السلام عليكم ورحمة الله. بسم الله الحمد لله. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم في العالمين إنك حميد مجيد. أما بعد فإن خير الكلام كلام الله وخير سنن محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار. بسم الله الرحمن الرحيم. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. اللهم أرنا الحق حقا وارزقنا اتباعه وأرنا الباطل باطلا وارزقنا اجتنابه. توفنا مسلمين وألحقنا بالصالحين. സ്നേഹം നിറഞ്ഞ രക്ഷിതാക്കളെ, ഒരു കുടുംബത്തിലെ അംഗങ്ങൾ അല്ലാഹുവിന്റെ ദീന് ചർച്ച ചെയ്യുവാനും അത് പഠിക്കുവാനുമായി ഒരുമിച്ച് കൂടിയിരിക്കുകയാണ്. അൽഹംദുലില്ലാഹ്. ഇത്തരം ചർച്ചകൾക്ക് ഇന്നത്തെ സാഹചര്യത്തിൽ വളരെയേറെ പ്രസക്തിയുണ്ട് എന്ന് പറഞ്ഞറിയിക്കേണ്ട ആവശ്യമില്ല. റബ്ബ് സുബ്ഹാനഹു വ തആല ഇതിന് മുൻകൈയെടുത്ത ആളുകൾക്ക് തക്കതായ പ്രതിഫലം നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. കുടുംബത്തിന് ഇതൊരു ബറക്കത്തിനുള്ള റഹ്മത്തിനുള്ള മാർഗമാക്കി റബ്ബ് ഇതിനെ സ്വീകരിക്കുകയും ഈ കുടുംബത്തിൽ നിന്ന് മരിച്ചുപോയ ആളുകൾക്ക് മഗ്ഫിറത്തും റഹ്മത്തും നൽകി അനുഗ്രഹിക്കുകയും ചെയ്യുമാറാവട്ടെ. സൂചിപ്പിക്കപ്പെട്ടതുപോലെ സംഘടനാതലത്തിലുള്ള ഔദ്യോഗികമായ ഒരു വേദിയായി ഞങ്ങൾ ആരും ഇതിനെ മനസ്സിലാക്കിയിട്ടില്ല. ഇത് തന്നെയാണ് എനിക്ക് സൂചിപ്പിക്കാനുള്ളത്. ഒരു കുടുംബത്തിൽ ദീനിയായ വിഷയത്തിൽ അഭിപ്രായ വ്യത്യാസമുണ്ടായപ്പോൾ ആ കുടുംബാംഗങ്ങൾ മുഴുവനും ഒന്നിച്ചിരുന്ന് ആ വിഷയത്തിൽ എന്താണ് പ്രമാണം പഠിപ്പിക്കുന്നത്, എന്താണ് ഖുർആനിന്റെ നിലപാട്, എന്താണ് ഹദീസുകളുടെ നിലപാട് എന്ന് പഠിക്കുവാനും വിശുദ്ധ ഖുർആനും ഒരു സുന്നത്തും അടിസ്ഥാനമാക്കി 114 കാലം ജീവിച്ചു പോകുന്ന അഹ്ലുസുന്ന വൽ ജമാഅ എന്ന ശരിയായ സത്യത്തിന്റെ പാത, ആ പാതയിലൂടെ സഞ്ചരിച്ചു വന്ന പണ്ഡിതന്മാർ, മഹത്തുക്കളായ ഖുർആൻ വ്യാഖ്യാതാക്കൾ, ഹദീസ് പണ്ഡിതന്മാർ, ഫുഖഹാക്കൾ, അഖീദയുടെ ആലിമീങ്ങൾ തുടങ്ങി അഹ്ലുസുന്നയുടെ ഇമാമിയങ്ങളായി മുസ്ലിം ലോകം അംഗീകരിച്ചു പോകുന്ന പണ്ഡിതന്മാർ ഈ വിഷയങ്ങളിൽ പ്രമാണങ്ങൾ എങ്ങനെയാണോ നോക്കിക്കണ്ടത്, എങ്ങനെയാണ് പ്രമാണങ്ങളിൽ നിന്ന് കാര്യങ്ങൾ മനസ്സിലാക്കിയത്, ആ നിലക്ക് കാര്യങ്ങൾ ഗ്രഹിക്കുവാനും ഉൾക്കൊള്ളുവാനുമുള്ള ഒരു മാനസികാവസ്ഥയാണ് ഇത്തരമൊരു ചർച്ചയ്ക്ക് ഈ കുടുംബത്തിലെ അംഗങ്ങളെ പ്രേരിപ്പിച്ചത് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അതായിരിക്കും വേണം. അല്ലാത്ത പ്രത്യേകമായ ഭാഷകളോ പറയാനും ജയിക്കാനും തോൽപ്പിക്കാനുമുള്ള താല്പര്യങ്ങളോ ആണ് ഇതിന് പിന്നിൽ എനിക്കോ ഈ ശബ്ദം ശ്രമിക്കുന്നവർക്കോ സംഘടിപ്പിച്ച ആളുകൾക്കോ ഒക്കെ ഉള്ളതെങ്കിൽ നമുക്കിതിനു വേണ്ടി ചെലവഴിക്കുന്ന ഊർജ്ജവും സമയവും നഷ്ടമായി എന്നുകൂടി എന്നെ കൂടി പ്രത്യേകം ഓർമ്മപ്പെടുത്തുകയാണ്. യഥാർത്ഥത്തിൽ പരിശുദ്ധ ഇസ്ലാമിന്റെ അടിസ്ഥാനം തൗഹീദാണ്. ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന കലിമത്തുൽ തൗഹീദ്, ആ തൗഹീദിന്റെ ആശയം ജീവിതത്തിൽ ഉൾക്കൊണ്ട നമ്മളൊക്കെ എല്ലാ ദിവസവും 17 തവണ നിർബന്ധമായും ആവർത്തിച്ച് പ്രഖ്യാപിക്കുന്നു. ഇയ്യാക നഅ്ബുദു വ ഇയ്യാക നസ്തഈൻ. അല്ലാഹ് നിന്നെ മാത്രം ഞങ്ങൾ ആരാധിക്കുന്നു. വ ഇയ്യാക നസ്തഈൻ,
എന്നോട് മാത്രം ഞങ്ങൾ സഹായമർപ്പിക്കുകയും ചെയ്യുന്നുവെന്ന് നാം പ്രഖ്യാപിക്കുന്നുവെങ്കിൽ അത് നമ്മുടെ ജീവിതത്തിന്റെ ഭാഗമായി മാറിയതാണ്. അത് നമ്മുടെ രക്തത്തിൽ അലിഞ്ഞുചേർന്നതാണ്. ആ തൗഹീദിൽ നിന്ന് മാറിപ്പോയിട്ടുള്ള ഒരു നിമിഷം പോലും ആലോചിക്കാൻ നമുക്കാർക്കും സാധ്യമല്ല. അതുകൊണ്ടാണല്ലോ നാട്ടിൽ നിന്ന് പല എതിർപ്പുകളും നേരിടേണ്ടി വന്നിട്ടും പലവിധ പ്രയാസങ്ങൾ ഈ ദുനിയാവിൽ ഉണ്ടായിട്ടും നമ്മളാരും തൗഹീദിന്റെ വഴിയിൽ നിന്ന് മാറി നിൽക്കാൻ ഈ കാലം വരെ ആലോചിച്ചില്ല എന്നുള്ളത് അതുകൊണ്ടാണല്ലോ. ആ ഒരു പ്രഖ്യാപനം സഹോദരന്മാർ സൂചിപ്പിച്ചത് ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന തൗഹീദ് അത് ജീവിതത്തിൽ ആവശ്യമായി സ്വീകരിച്ച് റഹ്മാനായ റബ്ബിനോട് മാത്രം പ്രാർത്ഥിക്കണമെന്ന് ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന തൗഹീദ് ജീവിതത്തിൽ ആദർശമായി സ്വീകരിച്ച് അതുപ്രകാരം പ്രഖ്യാപിച്ച് റഹ്മാനായ റബ്ബിനോട് മാത്രമേ പ്രാർത്ഥിക്കൂവെന്നും ആ റബ്ബിനോട് മാത്രമേ എല്ലാം സമർപ്പിക്കാവൂ എന്ന് ഉറച്ചു വിശ്വസിച്ച് അത് പ്രഖ്യാപിക്കുന്ന മുസ്ലിമീങ്ങളാണ്, മുജാഹിദുകളാണ്, സലഫികളാണ് നമ്മളെല്ലാവരും. ജീവിതത്തിലും റബ്ബല്ലാത്ത ഒരാളിലേക്കും ആ ഒരു അഥവാ എന്ന് നാം പ്രഖ്യാപിക്കുമ്പോൾ അവർ നാം ഉദ്ദേശിക്കുന്ന ഇബാദത്ത്, അവർ നാം ഉദ്ദേശിക്കുന്ന ഇസ്തിആനത്ത് നമുക്കറിയാം എന്താണ് എന്ന്. ആ ഒരു ഇസ്തിആനത്ത്, ആ ഒരു സഹായത്തിന് റഹ്മാനായ റബ്ബിന് പുറമെ ആരിലേക്ക് പോയാലും അത് ശിർക്ക് തന്നെ. അതിൽ ജിന്നു മലക്ക് മാത്രമല്ല മനുഷ്യരും പെടുന്നു, സർവ്വസൃഷ്ടികളും പെടുന്നു. റഹ്മാനായ റബ്ബല്ലാത്ത റബ്ബിന്റെ സൃഷ്ടികളിൽപ്പെട്ട ഏത് സൃഷ്ടിയിലേക്ക് ആ സഹായത്തിന് തിരിച്ചുവിട്ടാലും അത് ശിർക്ക് തന്നെയാണ്, സംശയമൊന്നുമില്ല. ആ ജിന്ന് ഹാജറായാലും ശരി, ആ ജിന്ന് ഗോയിബായാലും ശരി, ആ ജിന്ന് മുമ്പിൽ വന്നാലും ശരി, അല്ലെങ്കിലും ശരി, മലക്കാണെങ്കിലും ശരി, മനുഷ്യരാണെങ്കിലും ശരി, ജീവിച്ചിരിക്കുന്നതാണെങ്കിലും ശരി, മരിച്ചുപോയാണെങ്കിലും ശരി, റഹ്മാനായ റബ്ബിന് പുറമെ അവന്റെ സൃഷ്ടികളിൽ ആരോട് പ്രവർത്തിച്ചാലും ആരോട് സഹായം നിർവഹിച്ചാലും അതെല്ലാം എന്ന ആശയത്തിന് വിരുദ്ധമാകയാൽ അതെല്ലാം ശിർക്ക് തന്നെയാണ്. അതിൽ സംശയം നമുക്കാർക്കുമില്ല. പക്ഷെ എന്നിട്ടും നമ്മുടെ മേൽ ശിർക്ക് ആരോപിച്ചാൽ ചില ആളുകൾ രംഗത്ത് വന്നത് സങ്കടകരം തന്നെയാണ്. ഒരു വിഷയം എവിടെയാണ് പ്രാർത്ഥനയായി മാറുക, എപ്പോഴാണ് പ്രാർത്ഥന അല്ലാതിരിക്കുക, ഏതാണ് ഈ എന്ന ഇസ്തിആനത്ത് എന്ന ചർച്ചയിൽ പണ്ഡിതന്മാരും വിളിച്ച ധാരാളം നിബന്ധനകളും അതുമായി ബന്ധപ്പെട്ട വിശദീകരണങ്ങളും അറബിയിലും മലയാളികളുമെല്ലാം പല സ്ഥലങ്ങളിലായി നമ്മളെല്ലാം വായിച്ചവരും എഴുതിയവരും എല്ലാം തന്നെയാണ്. പക്ഷെ വ്യത്യാസമില്ലാതെ നമ്മളെ പലരും എഴുതിയിട്ട എല്ലാ വിശദീകരണങ്ങളും സഭാ പോലുള്ള അൽമനാറിൽ പോലുള്ള ചിന്തനം പോലുള്ള അതിനപ്പുറത്താണെങ്കിൽ കഴിഞ്ഞ കാലങ്ങളായി ജീവിച്ച് വിളിച്ചു പോയ ഈ നവോത്ഥാന പ്രസ്ഥാനത്തിന്റെ ചരിത്രത്തിന്റെ കൂടെ നടന്ന നവോത്ഥാന നായകന്മാർ അവരുമായി ബന്ധപ്പെട്ട് പുസ്തകം രചിച്ചപ്പോൾ ലേഖനം എഴുതിയപ്പോൾ അവിടെയെല്ലാം വിശദമായി ചർച്ച ചെയ്തവരായിരുന്നു ഒരു സഹായമാണ്. ഏതാണ് പ്രാർത്ഥനയാകുന്നത്, ഏതാണ് പ്രാർത്ഥനയാകാത്തത്? ഒരിക്കലും ഇന്നേ വരെ ഒരാളും എഴുതി വെച്ചിട്ടില്ല ഒരു സഹായമുള്ള പ്രാർത്ഥനയാകാനുള്ള മാനദണ്ഡം വന്നപ്പോൾ അത് ജിന്നിനോടാണെങ്കിൽ എല്ലാം പ്രാർത്ഥനയായി മാറി, അത് മലക്കിനോടാണെങ്കിൽ എല്ലാം പ്രാർത്ഥനയായി മാറി, മനുഷ്യനോടാകുമ്പോൾ പ്രാർത്ഥന ആകുന്നതും പ്രാർത്ഥനയാകാത്തതും ഉണ്ടാകാം എന്നൊരു വേർതിരിവ് നമുക്കിവിടെ ഇവിടെ കാണാൻ സാധിക്കുന്നില്ല. പുതിയ ചില വ്യാഖ്യാനങ്ങളുമായി കടന്നു വന്ന ആളുകൾ കൊണ്ടുവന്ന പുത്തൻ വാദമാണ് യഥാർത്ഥത്തിൽ അത്. മറിച്ച് പ്രാർത്ഥനയാകുന്ന സഹായമാണോ അത് ജിന്നിനോടായാലും ശരിക്ക്, അത് മലക്കിനോടായാലും ശരിക്ക്, അത് മനുഷ്യനോടായാലും ശരിക്ക്, ലോകത്തോട് പലപ്പോഴായാലും ശരിക്ക്, ഒരു കല്ലിനോട് മലത്തിനോട് ഏതിനോടാണെങ്കിലും അത് ശിർക്ക് തന്നെ. നമ്മുടെ നാട്ടിൽ സമസ്തക്കാര് പറഞ്ഞു ഇലാഹാണെന്ന് വിശ്വസിച്ചെങ്കിൽ, സ്വയം കഴിവുണ്ടെന്ന് വിശ്വസിച്ചെങ്കിൽ ഒരു തേട്ടം പ്രാർത്ഥനയായി മാറുമെന്ന് പറഞ്ഞപ്പോൾ അവർക്കെതിരെ അതിശക്തമായ ദഅവത്തുമായി ഇറങ്ങി തിരിച്ചവരാണ് മുജാഹിദ് പ്രസ്ഥാനത്തിലെ അംഗങ്ങളായിരുന്ന നമ്മളൊക്കെ തന്നെയും. അവരെ നമ്മൾ പഠിപ്പിച്ചു ഇല്ല, ഇലാഹാണെന്ന് വിശ്വസിച്ചെങ്കിൽ മാത്രമേ തേട്ടം പ്രാർത്ഥനയാകുമെന്ന് ന്യായമല്ല. മറിച്ച് റബ്ബിനോട് ചോദിക്കേണ്ട ചോദ്യങ്ങൾ, റബ്ബിനെ നമ്മൾ സമർപ്പിക്കണമെന്ന സഹായാർത്ഥനകൾ, അത് എന്ന് പറയുമ്പോൾ ഉദ്ദേശിക്കപ്പെടുന്ന ഇസ്തിആനത്ത് ഏതോ ആ ഇസ്തിആനത്ത് പരസ്പരമുള്ള സഹായ ചോദ്യങ്ങളല്ല എന്ന് പറഞ്ഞറിയിക്കേണ്ട ആവശ്യമില്ല. കടം ചോദിക്കലോ മറ്റാവശ്യങ്ങൾക്ക് വേണ്ടി തമ്മിലുള്ള പരസ്പര സഹകരണങ്ങൾ ആവശ്യപ്പെടുന്നത് ഈയാനെതിരാണ് എന്ന് നമ്മളാരും ഇക്കാലം വരെ മനസ്സിലാക്കിയിട്ടില്ലല്ലോ. അതേപോലെ ഒരു തേട്ടം പ്രാർത്ഥനയാവാനുള്ള മാനദണ്ഡം അത് ജിന്നിനോടാണെങ്കിൽ
പ്രാർത്ഥനയായി, അത് മലക്കുകളാണ് പ്രാർത്ഥനയായി, കാണാത്തവരാണ് പ്രാർത്ഥനയായി എന്ന മാനദണ്ഡവും ലോകത്താരും തന്നെ വിശിഷ്ട ഇസ്ലാഹി പ്രസ്ഥാനത്തിന്റെ ഈ കാലമത്രയുമുള്ള നേതാക്കന്മാരുടെ ഗ്രന്ഥങ്ങളുടെ രചനകളോ എവിടെയും കാണാനും സാധ്യമല്ല. അതേസമയം കാര്യകാരണ ബന്ധങ്ങൾക്ക് അതീതമായി അഭൗതികമായ മാർഗത്തിൽ, അദൃശ്യമായ മാർഗത്തിൽ സഹായമർപ്പിക്കുന്നുവെങ്കിൽ മുമ്പിലുള്ള മനുഷ്യരോട് ചോദിച്ചാലും അത് ശിർക്കാണ്. അതുകൊണ്ടാണല്ലോ മാതാ അമൃതാനന്ദമയ്യോട് സഹായമർപ്പിക്കുമ്പോൾ ശിർക്കാണെന്ന് നാം പറയുന്നത്. അവർ മരിച്ചവരായിട്ടല്ല, അവർ അദൃശ്യ ലോകത്തായിട്ടല്ല, അവർ നമ്മുടെ മുമ്പിൽ വന്ന് നിൽക്കുന്നവരാണെങ്കിൽ പോലും അവരുടെ തേട്ടം ശിർക്കായി മാറുന്നു. എന്തുകൊണ്ട്? അദൃശ്യ മാർഗത്തിലാണ് അവിടെ ഗുണം പ്രതീക്ഷിക്കുന്നത്, അദൃശ്യ മാർഗത്തിലാണ് അവിടെ ദോഷത്തെ ഭയപ്പെടുന്നത്. അതുകൊണ്ട് ആളെ മുമ്പിൽ ഉള്ളതുകൊണ്ട് ഒരു കാര്യം ശിർക്കാവില്ല എന്നില്ല, ആളെ മുമ്പിൽ ഉണ്ടായില്ല എന്നുകൊണ്ടും ഒരു കാര്യം ശിർക്കാവണമെന്നോ ആവാതിരിക്കണമെന്നോ നിബന്ധനയുമില്ല. മറിച്ച് ഏത് അർത്ഥത്തിലാണ്, ഏത് മാർഗത്തിലാണ് അവൻ സഹായം ആവശ്യപ്പെടുന്നത്, സഹായം പ്രതീക്ഷിക്കുന്നത്, അവിടെയാണ് തേട്ടം പ്രാർത്ഥനയായി മാറുക. ആ രംഗത്ത് അവന്റെ വിശ്വാസവും ശിർക്കായി മാറും. മഹാനായ മുഹീദ്ദീൻ ശൈഖ് നമ്മെ കാണുമെന്ന് നമ്മുടെ നാട്ടിൽ സമസ്തക്കാർ വിശ്വസിക്കുമ്പോൾ ആ വിശ്വാസം ശിർക്കാണ് എന്ന് നമ്മൾ പറയുന്നു. അവിടെ തേടിയില്ല എങ്കിലും, സഹായം ചോദിച്ചില്ല എങ്കിലും ആ വിശ്വാസം തന്നെ ശിർക്കാണ്. കാരണം ശൈഖിന്റെ കാഴ്ച ഉണ്ടാകണമെങ്കിൽ അത് അദൃശ്യ മാർഗത്തിലെ ഉണ്ടാകാൻ നിവൃത്തിയുള്ളൂ, അഭൗതിക മാർഗത്തിലെ ഉണ്ടാകാൻ നിവൃത്തിയുള്ളൂ. അതാവട്ടെ ഉണ്ടാവുകയില്ലതാനും. അദൃശ്യമാർഗത്തിൽ കാണുവാനും കേൾക്കുവാനും അറിയുവാനും ഇടപെടുവാനും സഹായിക്കാനും ദോഷം വരുത്തുവാനും റഹ്മാനായ റബ്ബിനല്ലാതെ ഒരു സൃഷ്ടിക്കും സാധ്യമല്ല. നമ്മുടെ ജീവിതത്തിൽ ഒരു കാരക്കുരുവിന്റെ പാട പോലും ഉടമയാക്കാൻ റഹ്മാനായ റബ്ബല്ലാത്ത ഒരു വലപ്പിനും കഴിയില്ല. വിശുദ്ധ ഖുർആൻ പഠിപ്പിച്ചുവല്ലോ, വല്ലദീന തദ്ഊന മിൻ ദൂനി മാ യംലികൂന മിൻ ഖിത്മീർ. ഒരു കാരക്കുരുവിന്റെ പാട പോലും റബ്ബിന് പുറമെ നിങ്ങൾ ആരോട് ദുആ ചെയ്യുന്നുവോ അവരാരും ഉടമയാക്കുന്നില്ല. ഖുർആൻ വ്യാഖ്യാനം വിശദീകരിച്ചു. ഈ പറയപ്പെട്ടത് എല്ലാവർക്കും ബാധകമാണെന്ന്. കൽമലായികത്തി വൽ അംബിയാഇ വൽ ജിന്നി വശയാത്തീൻ എന്ന് തഫ്സീർ ഖുർതുബിയിലൊക്കെ നമുക്ക് കാണാൻ കഴിയും. അംബിയാക്കളും അങ്ങനെ തന്നെ, അതേപോലെ മലായികത്തും അങ്ങനെ തന്നെ, ജിന്നും അങ്ങനെ തന്നെ, ശൈത്വാനും അങ്ങനെ തന്നെ. മാ യംലികൂന മിൻ ഖിത്മീർ. കാരക്കുരുവിന്റെ പാട പോലും ഒരു ജിന്ന് ഉടമയാക്കുന്നില്ല, ഒരു മലക്ക് ഉടമയാക്കുന്നില്ല, ഒരു മനുഷ്യനും ഉടമയാക്കുന്നില്ല, ഒരു നബിയും ഉടമയാക്കുന്നില്ല, ഒരു വലിയ ഉടമയാക്കുന്നില്ല, നമ്മളാരും ഉടമയാക്കുന്നില്ല. അതിനർത്ഥം നമുക്ക് യാതൊരു കഴിവുമില്ല എന്നോ, നമുക്കൊന്നും കേൾക്കാനാവില്ല എന്നോ, നമുക്കൊന്നും പറയാനാവില്ല എന്നോ അല്ലല്ലോ. മറിച്ച് റഹ്മാനായ റബ്ബിന്റെ ഉടമാവകാശം ഏതർത്ഥത്തിലാണോ അതാണ് അദൃശ്യമാർഗം, അതാണ് അഭൗതിക മാർഗം, അതാണ് കാര്യകാരണ ബന്ധങ്ങൾക്ക് അതീതമായ മാർഗം. ആ മാർഗത്തിൽ കാരക്കുരുവിന്റെ പാല പോലും ലാത്തക്കില്ല, ഉസ്സക്കില്ല, മനാത്തക്കില്ല, ജിന്നില്ല, മലക്കിനില്ല, ഒരു മനുഷ്യനുമില്ല, ഒരാളും ഉടമയാക്കുന്നില്ല. ഒരുപക്ഷെ ജീവിതകാലത്തിൽ ലാത്തയുടെ പേരിൽ വലിയ കാരക്കത്തോട്ടമുണ്ടായേക്കാം, അത് ഈ ആയത്തിന് വിരുദ്ധമല്ലല്ലോ. അതേപോലെ മാതാ അമൃതാനന്ദമയിക്ക് കോടികൾ ആസ്തി ഉണ്ടായേക്കാം, അത് ഈ ആയത്തിന് വിരുദ്ധമല്ലല്ലോ. എന്നിട്ടും അവരെ കുറിച്ച് ഖുർആന്റെ പ്രയോഗം എന്താ? മാ യംലികൂന മിൻ ഖിത്മീർ. കാരക്കുരുവിന്റെ പാട പോലും അവർ ഉടമയാക്കുന്നില്ല. എങ്കിൽ എന്താണ് ഉടമയാക്കിയത്? അതാണ് അദൃശ്യമാർഗം, അതാണ് അഭൗതിക മാർഗം, അതാണ് കാര്യകാല ബന്ധങ്ങൾക്ക് അതീതമായ മാർഗം. ആ മാർഗത്തെ സഹായിക്കുന്നവൻ അല്ല മാത്രം, ആ മാർഗത്തിൽ നമ്മെ കാണുന്നവൻ അല്ല മാത്രം, ആ മാർഗത്തിൽ നമ്മെ കേൾക്കുന്നവൻ അല്ലാഹു മാത്രം. അതേസമയം ജിന്നിനോടുള്ള ഏതൊരു ഇടപെടലും, ഏതൊരു സംഭാഷണവും അതെല്ലാം അദൃശ്യമാർഗത്തിലാകയാൽ അതൊക്കെ പ്രാർത്ഥനയാണെന്നും അതിനാൽ ശിർക്കാണെന്നും പറയുന്നുവെങ്കിൽ തീർച്ചയായും ജിന്ന് മനുഷ്യനെ കണ്ടേക്കാമെന്ന് വിശ്വസിച്ചാൽ അത് ശിർക്കായി മാറണം. കാരണം ആ കാഴ്ച അദൃശ്യമാർഗത്തിലാവണമല്ലോ. ജിന്നുകളോ മലക്കുകളോ മനുഷ്യന്റെ സംസാരം കേട്ടേക്കാമെന്ന് വിശ്വസിച്ചാൽ അതും ശിർക്കായി മാറണം. കാരണം അതും അദൃശ്യമാർഗത്തിലാകണമല്ലോ. അപ്പൊ ജിന്നുകള് ഏതെങ്കിലും ആളുകളെ സഹായിച്ചേക്കാമെന്നോ, വല്ല ജ്യോത്സ്യന്മാരെയോ വല്ല മനുഷ്യരൂപങ്ങളെയോ അതേപോലെ വല്ല സാഹചര്യങ്ങളെയോ ഒക്കെ സഹായിച്ചേക്കാമെന്ന് വിശ്വസിച്ചാലും അതും ശിർക്കായി മാറണം. കാരണം അതും അദൃശ്യമാർഗത്തിലാണല്ലോ. ആ ഒരു അമ്പരപ്പിൽ നിന്നാണ് പല ആളുകൾക്കും പിന്നീട് സിഹറില്ലെന്ന് പറയേണ്ടി വന്നത്, കണ്ണേറില്ലെന്ന് പറയേണ്ടി വന്നത്, സ്ഥിരപ്പെട്ട പല ഹദീസുകളെയും തള്ളേണ്ടി വന്നത്. മുജാഹിദ് പ്രസ്ഥാനത്തിൽ നിന്ന് 2002 വഴിമാറിപ്പോയ ബഹുമാന്യനായ ഹുസൈൻ മടവൂരും അദ്ദേഹത്തിന് അനുയായികളും അവര് ഈ
ഈ രംഗത്ത് പുതിയ വാദങ്ങളോട് കടന്നു പോകേണ്ടി വന്നു. ശിഷ്യ അബ്ദുസ്സലാം സുല്ലമിയെ പോലുള്ള ആളുകൾ അവർക്കൊക്കെ സിഹറിനെ പാടെ നിഷേധിക്കേണ്ടി വന്നു, കണ്ണീറിനെ പാടെ നിഷേധിക്കേണ്ടി വന്നു. കാരണം സിഹറുണ്ട് എന്ന് അംഗീകരിക്കണമെങ്കിൽ പിശാച് ഇടപെടുമെന്ന് അംഗീകരിച്ചേ പറ്റൂ. അവരുടെ വിശ്വാസപ്രകാരം പിശാച് ഇടപെടുമെന്ന് വിശ്വസിച്ചാൽ തന്നെ ശിർക്കായി മാറി. അതുകൊണ്ട് പിശാച് ഇടപെടില്ല, പിശാചിന് ആ വക ഇടപാടുകൾ ഉണ്ടാവില്ല എന്ന് അവർക്ക് പറയേണ്ടി വന്നു. അപ്പൊ ചോദിച്ചു, അങ്ങനെയാണെങ്കിൽ ജ്യോത്സ്യന്മാരെ സഹായിക്കുമെന്ന് ഹദീസിലുണ്ടല്ലോ, അതേപോലെ ഗണിതക്കാരെ സഹായിക്കുമെന്ന് ഹദീസിലുണ്ടല്ലോ, വിശുദ്ധ ഖുർആനിലും സൂചനകൾ വന്നുവല്ലോ, ഇതൊക്കെ എന്ത് ചെയ്യുമെന്ന് പറഞ്ഞപ്പോൾ അത്തരം ഹദീസുകളെ തള്ളിക്കളയാനാണ് അവർക്ക് പിന്നീട് നിർവാഹമുണ്ടായിരുന്നുള്ളൂ. അങ്ങനെയാണ് സ്വഹീഹ് ബുഖാരിയിൽ 60ഓളം ഹദീസുകൾ ഞാൻ വഈഫാക്കി എന്ന് അബ്ദുസ്സലാം സുല്ലമി പറഞ്ഞപ്പോൾ മറ്റൊരു സുല്ലമി പറഞ്ഞു 110ഓളം ഹദീസുകൾ ബുഖാരിയിൽ വഈഫായതുണ്ട് എന്ന്. അതിന്റെ പേരിൽ ഒരുപാട് ശബ്ദകോലാഹലങ്ങൾ നമ്മുടെ നാട്ടിലുണ്ടായി. അതിൽപ്പെട്ട ഒന്നായിരുന്നു അല്ലാഹുവിന്റെ റസൂലിന് സിഹ്ർ ചെയ്യപ്പെട്ടു എന്ന ഹദീസ്. ലബീദ് ഇബ്നു അസ്സം എന്ന് പറയുന്ന ജൂതനായ മനുഷ്യൻ അയാള് പ്രവാചകർക്ക് നേരെ സിഹ്ർ ചെയ്യുകയും അതിന്റെ ചില സ്വാധീനങ്ങൾ അല്ലാഹുവിന്റെ റസൂലിന് ഉണ്ടാവുകയും ചെയ്തുവെന്ന് തർക്കമില്ലാത്ത വിധം 14 കാലമായി മുസ്ലിം ലോകം ഐക്യകണ്ഠേന എന്ന് പറയാവുന്ന തരത്തിൽ സ്വീകരിച്ചു വന്ന ഹദീസ് ഇമാം ബുഖാരി മുസ്ലിം മാത്രമല്ല, അവർ ഇങ്ങോട്ട് ഇമാം നസായിയെ പോലുള്ള, ഇമാം ഹക്കീമിനെ പോലുള്ള, ഇമാം ബൈഹഖിയെ പോലുള്ള, ഇബ്നു ഹിബ്ബാനെ പോലുള്ള, ഇമാം ഷാഫിഈയെ പോലുള്ള, അവർ ഇങ്ങോട്ട് എണ്ണിയാൽ ഇബ്നു കസീറും ഇബ്നു ഹജർ അസ്ഖലാനിയും ഇബ്നു തൈമിയും ഇബ്നു ഖയ്യിമും നബവി ഇമാമും അടക്കമുള്ള അഹ്ലുസുന്നയുടെ നേതാക്കന്മാരായി നാം പരിചയപ്പെടുത്തുന്ന ഏതൊക്കെ ഇമാമിയങ്ങൾ ഇവിഷയമായി കിതാബിൽ ചർച്ച ചെയ്തുവോ അവരൊക്കെ തർക്കമില്ലാത്ത വിധം രേഖപ്പെടുത്തിപ്പോന്ന, അവരെല്ലാം അംഗീകരിച്ചു പോന്ന ഈ ഹദീസ് ദഈഫാണ് എന്ന് അഹ്ലുസുന്നയുടെ ലേബിൾ അറിയപ്പെടുന്ന ഒരൊറ്റ പണ്ഡിതൻ പോലും ഈ കാലം വരെയും പറഞ്ഞിട്ടില്ല എന്നത് കൂടി ഇതിനെ കൂടെ കൂട്ടി വായിക്കേണ്ടതുണ്ട്. മുഅ്തസിലികളായ ആളുകൾ, അഹ്ലുസുന്നയിൽ നിന്ന് തെറ്റിപ്പോയ മുഅ്തസിലികളായ ആളുകൾ അവർ കൊണ്ടുവന്ന ഒരു പുത്തൻ വാദമായിരുന്നു. യഥാർത്ഥത്തിൽ അത് അറിഞ്ഞോ അറിയാതെയോ നമ്മുടെ സഹോദരങ്ങൾ ആ ഒരു വാദം ഏറ്റെടുക്കുകയും അതാണ് ശരിയായ തൗഹീദെന്ന്, അതാണ് ശരിയായ ഇസ്ലാമെന്ന് അവർ തെറ്റിദ്ധരിക്കുകയും ചെയ്തിട്ട് അതിന്റെ പിന്നാലെ കൂടി എന്നതാണ് വസ്തുത. യഥാർത്ഥത്തിൽ ഈ ഹദീസ് ദഈഫാണെന്നോ അതല്ലെങ്കിൽ ഈ ഹദീസ് ഖുർആനിനെതിരാണ് എന്നോ ലോകത്ത് ആര് രേഖപ്പെടുത്തിയെന്ന ചോദ്യത്തിന് ഇന്നേവരെയും കൃത്യമായി പ്രാമാണികമായ ഒരു ഇമാമിന്റെ വാക്കെങ്കിലും, ഒരു മുഫസ്സിറിന്റെ വചനമെങ്കിലും, ഒരു ഹദീസ് പണ്ഡിതന്റെ അഭിപ്രായമെങ്കിലും രേഖപ്പെടുത്താൻ കൊണ്ടുവരാൻ ഇത്തരം ആളുകൾക്ക് സാധിച്ചിട്ടില്ല എന്നത് കൂടി കൂട്ടത്തിൽ നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. യഥാർത്ഥത്തിൽ ഇതൊക്കെ അഹ്ലുസുന്ന കൃത്യമായി പല ഗ്രന്ഥങ്ങളിൽ കൈകാര്യം ചെയ്തു പോകുന്ന വിഷയങ്ങൾ തന്നെയാണ്. എല്ലാ കാലത്തും വിമർശനങ്ങൾ വന്നിട്ടുണ്ട്. സ്വഹീഹ് ബുഖാരിക്കെതിരെ എല്ലാ കാലത്തും വിമർശനങ്ങൾ വന്നിട്ടുണ്ട്. മുഅ്തസിലികൾ തുടങ്ങി വെച്ച ആ ഒരു വിമർശനം പിന്നീട് ഭാവിയിൽ പല സംഘങ്ങളായി ഏറ്റെടുത്തു പോന്നു. തങ്ങൾക്ക് പറ്റാത്ത പലതും അവർ ചവിട്ടിമറിച്ചു, തള്ളിക്കളഞ്ഞു. പിന്നീട് നമ്മുടെ നാട്ടിലാണെങ്കിൽ, മലയാളക്കരയിലാണെങ്കിൽ ചേകന്നൂർ മൗലവിയാണ് ആ രംഗത്ത് അറിയപ്പെട്ട ഒരു പ്രധാനപ്പെട്ട വ്യക്തിത്വമുള്ളത്. അയാള് ഈ സ്വഹീഹ് ബുഖാരിയും സ്വഹീഹ് മുസ്ലിമിനെയും ധാരാളം ഹദീസുകളെ ആദ്യം തള്ളുകയും അവസാനം ഹദീസ് തന്നെ ഒന്നാകെ തള്ളിക്കളയുന്ന എന്ന ആയത്ത് മുൻപിൽ വ്യാഖ്യാനിച്ചിട്ട് ഈ വിശുദ്ധ ഖുർആനില്ലാത്ത ഏത് ഹദീസിനെയാണ് അവർ വിശ്വസിക്കുന്നത് എന്ന് സ്വന്തം അർത്ഥം വെച്ചിട്ട് മുഴുവൻ ഹദീസുകളെയും തള്ളിക്കളയുന്ന നിലവാരത്തിലേക്കാണ് പിന്നീട് അയാൾ എത്തിച്ചേർന്നത്. അവിടേക്ക് തന്നെയാണ് യഥാർത്ഥത്തിൽ അബ്ദുസ്സലാം സുല്ലമിയുടെ ആദർശം സ്വീകരിച്ചാൽ എത്തിപ്പെടുക എന്നാണ് സ്നേഹത്തോടുകൂടി എനിക്ക് സൂചിപ്പിക്കാനുള്ളത്. യഥാർത്ഥത്തിൽ മലപുര വിഭാഗത്തിൽ കിട്ടിയ വല്ലാത്തൊരു ഭാണ്ഡമാണ്, വല്ലാത്തൊരു ഗതികേടാണ് അബ്ദുസ്സലാം സുല്ലമി എന്ന വ്യക്തി. അയാൾ കൊണ്ടുവന്ന ഏത് ആവശ്യത്തെയും ന്യായീകരിക്കുന്ന സാഹചര്യം അവർക്കുണ്ടായി. തിരിച്ചറിഞ്ഞ ദീന് പഠിച്ച കിതാബിയായുള്ള പല ആളുകളും അതിൽ തന്നെ ഒരു പക്ഷേ അഭിപ്രായം പറയുകയോ അല്ലെങ്കിൽ മൗനം പാലിക്കുകയോ ചെയ്തു എന്നത് ഞാൻ വിസ്മരിക്കുന്നില്ല. അബ്ദുർ റഊഫ് അതിനെപ്പോലുള്ള ആളുകൾക്ക് ആ രംഗത്ത് എടുത്തു പറയേണ്ടവർ തന്നെയാണ്. പക്ഷേ ഏതായിരുന്നാലും അബ്ദുസ്സലാം സുല്ലമി വന്നിട്ട് ഒരുപാട് ഹദീസുകളെ അയാൾ ചവിട്ടുമരിച്ചു. ബുദ്ധിക്കെതിരാണെന്ന് പറഞ്ഞു, ഖുർആനെതിരാണ് എന്ന് പറഞ്ഞു, സ്വീകാര്യമല്ലെന്ന് പറഞ്ഞു, എന്തെങ്കിലും ചെറിയ 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 ന്യായങ്ങൾ കണ്ടെത്തി എല്ലാം തള്ളാൻ അയാൾ ശ്രമിച്ചു. പല ഹദീസുകളെയും ചന്ദ്രൻ പിളർന്നു എന്ന് പറയുന്ന ഹദീസിനെ പോലും ആ നിലയ്ക്ക് ദുർവ്യാഖ്യാനിക്കാൻ ശ്രമിച്ചു. മസീഹ് ദജ്ജാലിനെ അയാൾ ദുർവ്യാഖ്യാനിക്കാൻ ശ്രമിച്ചു. അവസാന കാലത്ത് വരാനുള്ള പ്രത്യേകമായ ഫിത്നയൊന്നുമല്ല മസീഹ് ദജ്ജാൽ എന്ന
തരത്തിൽ അയാൾക്ക് എഴുതേണ്ടി വന്നു. ഒരു വിഷയത്തിന്റെ ഒരു വശം മാത്രം അവതരിപ്പിക്കുന്ന പണ്ഡിതന്മാരെ കുറിച്ചാണ് മസീഹുദ് ദജ്ജാൽ എന്ന പ്രയോഗമെന്ന് പോലും അയാൾ എഴുതി വെച്ചു. അതേപോലെ സുറാത്ത് പാലമെന്ന ഒരു സംവിധാനത്തെ തന്നെ അദ്ദേഹം നിഷേധിച്ചു. പാലം എന്ന ഒന്നില്ല എന്ന് സഹീഹ് ബുഖാരിക്ക് പരിഭാഷ എഴുതിയപ്പോൾ അബ്ദുസ്സലാം സല്ലമിക്ക് എഴുതി വെക്കേണ്ടി വന്നു. അവിടെ ഇങ്ങോട്ട് ഒരുപാട് വിഷയങ്ങൾ നമുക്ക് ഇതിന്റെ ബാക്കിയായി കടന്നു വന്നത് കാണാൻ കഴിയും. യഥാർത്ഥത്തിൽ അല്ലാഹു റസൂൽ പഠിപ്പിച്ചേടത്ത് നിൽക്കാതിരിക്കുമ്പോഴാകുന്ന അപകടമാണിത് എന്നാണ് എനിക്ക് സൂചിപ്പിക്കാനുള്ളത്. സ്വഹീഹായ ഹദീസുകൾ മുസ്ലിം ലോകം ഐക്യകണ്ഠ തർക്കമില്ലാത്ത വിധം 14 കാലം അഹ്ലുസുന്ന ഒന്നാകെ സ്വീകരിച്ചു പോന്ന അഹ്ലുസുന്നയിലെ ഒരു ആലിമിനും അഭിപ്രായ വ്യത്യാസമില്ലാത്ത ഒരു വിഷയം അതിൽ സ്വന്തം ബുദ്ധി പ്രയോഗിച്ച് സ്വന്തം യുക്തി പ്രയോഗിച്ച് തള്ളാൻ ശ്രമിച്ചപ്പോൾ ഉണ്ടായ അപകടങ്ങളാണ് ഇല്ലാത്തതൊക്കെ. ഈ സഹോദരന്മാരെ, കുടുംബാംഗങ്ങളെ നമ്മൾ തിരിച്ചറിയുകയാണ് വേണ്ടത്. അല്ലാതെ പക്ഷപാതത്തിന് വേണ്ടി, പാട്ടുതാൽപര്യത്തിന് വേണ്ടി നമ്മളെ ഗ്രൂപ്പ് അങ്ങനെയാണ്, നമ്മളെ പാർട്ടി അങ്ങനെയാണ്, നമ്മുടെ പത്രം അങ്ങനെയാണ് പറഞ്ഞത് എന്ന ഒറ്റക്കാലത്താൽ നാം അതൊക്കെ ന്യായീകരിക്കാനും തള്ളിക്കളയാനും ശ്രമിക്കുന്നുവെങ്കിൽ ഒരുപക്ഷെ പരലോകമായിരിക്കും നമുക്ക് നഷ്ടമാവുക. വിശുദ്ധ ഖുർആൻ നമ്മോട് പറഞ്ഞത് അല്ലാഹു റസൂലും ഒരു കാര്യം തീരുമാനിച്ചാൽ പിന്നെ അവിടെ സ്വന്തം ഇഷ്ടപ്രകാരം സ്വീകരിക്കാൻ, സ്വന്തം ഇഷ്ടപ്രകാരം തിരഞ്ഞെടുക്കാൻ പിന്നെ വകുപ്പില്ല എന്ന് വിശുദ്ധ ഖുർആൻ പഠിപ്പിച്ചെങ്കിൽ അല്ലാഹു റസൂൽ പറഞ്ഞു ഇന്ന് നമുക്ക് പരിശോധിക്കാം. അത് സംവിധാനം നമുക്ക് ലഭ്യമാണ്, കിതാബുകൾ ലഭ്യമാണ്, സനദുകൾ ലഭ്യമാണ്, മത്നുകൾ ലഭ്യമാണ്. അതെല്ലാം വെച്ചുകൊണ്ട് നമുക്ക് പഠന വിധേയമാക്കാം. അല്ലാഹു റസൂൽ ഇത് പറഞ്ഞിട്ടുണ്ടോ ഇല്ലേ? പറഞ്ഞുവെന്ന് ബോധ്യമായി കഴിഞ്ഞാൽ സ്വഹീഹാവാൻ എന്തെല്ലാം മാനദണ്ഡമാണ് മുസ്ലിം ലോകം അംഗീകരിച്ചത് ആ മാനദണ്ഡങ്ങളെല്ലാം വെച്ച് പരിശോധിച്ചിട്ടും സ്വഹീഹാണെന്ന് ബോധ്യമായി കഴിഞ്ഞാൽ പിന്നെയും നമ്മുടെ ന്യായങ്ങൾ വന്നിട്ട് തള്ളാൻ ശ്രമിക്കുന്നുവെങ്കിൽ യഥാർത്ഥത്തിൽ പ്രവാചകന്റെ അധ്യാപകങ്ങൾ തള്ളുന്നവർക്ക് എന്താണ് അല്ലാഹു തആല നിശ്ചയിക്കുന്ന അതിന്റെ ഗൗരവം? ആ ഗൗരവത്തിന് അവരും അർഹരാണ് എന്ന് കൂടി സാന്ദർഭികമായി ഓർമ്മപ്പെടുത്തുകയാണ്. ഇങ്ങനെ ഈ അദൃശ്യം എന്നതിലും അഭൗതികം എന്നതിലും ഈ പുതിയ വ്യാഖ്യാനങ്ങൾ കൊടുത്തപ്പോഴാണ് യഥാർത്ഥ ഹദീസിനെ തള്ളേണ്ടി വന്നത്. മുസ്ലിം ലോകത്ത് പരിചയമില്ല, അഹ്ലുസുന്നയ്ക്ക് പരിചയമില്ല, സിഹറിന് യാഥാർത്ഥ്യമില്ല എന്ന വാദം തിരിച്ചാണ് കാണുന്നത്. ഇബ്നു ഖയ്യിമിനെ പോലുള്ള പണ്ഡിതന്മാരൊക്കെ സിഹറിന് യാഥാർത്ഥ്യമില്ലെന്ന് പറയുന്നവരെ മുബ്തദിഉകൾ എന്ന് പോലും വിശേഷിപ്പിച്ചത് സാദുൽ മആദ് പോലുള്ള ഗ്രന്ഥങ്ങളിൽ നമുക്ക് കാണാൻ കഴിയും. സിഹറിന് യാഥാർത്ഥ്യമില്ലെന്ന് പറയുന്നവർ, അതും അല്ലാഹുവിന്റെ റസൂലിന് സിഹർ ചെയ്യപ്പെട്ടു വന്ന ഹദീസ്, അതിന് സ്വാധീനം നബിതങ്ങൾക്ക് ഉണ്ടായി എന്ന് പറയുന്ന ബുഖാരി മുസ്ലിം ഉദ്ധരിച്ച ഹദീസ്, ഈ ഹദീസിനെ തള്ളുന്നവരെ കുറിച്ച് ഇബ്നു ഖയ്യിം റഹിമഹുല്ലാഹ് ഉപയോഗിച്ച പ്രയോഗം മുബ്തദിഅ, പുത്തനാശയക്കാർ, പുത്തൻവാദക്കാർ എന്നാണെങ്കിൽ ഒരു പക്ഷെ അറിയാതെയായിരിക്കാം നമ്മിൽ പലരും ആ വശത്തിൽ കൂടിയിട്ടുള്ളത്. നബി റഹിമഹുല്ലയും ശർഹ് മുസ്ലിമിൽ പറഞ്ഞു മുബ്തദിഅകളായ ആളുകൾ ഈ ഹദീസിനെ ശരിക്കുന്നുവെന്ന് ശർഹ് മുസ്ലിമിൽ 2 തവണ നബി റഹിമഹുല്ലാഹ് ആവർത്തിച്ചു പറഞ്ഞു. ഫത്ഹുൽ ബാരിയിൽ ഇമാം അസ്ഖലാനിയും സമാനമായ പ്രയോഗം നിർവഹിച്ച് നമുക്ക് കാണാൻ കഴിയും. എന്നിട്ട് തള്ളാൻ എന്താണോ ന്യായമുള്ളത് ആ ന്യായങ്ങളെ ഓരോന്നും എടുത്തു വെച്ചുകൊണ്ട് അതെല്ലാം കൃത്യമായ പണ്ഡിതോചിതമായ പ്രാമാണികമായ ഖണ്ഡനങ്ങൾ അവരെല്ലാം രേഖപ്പെടുത്തിയിട്ടുമുണ്ട് എന്നതും വസ്തുതയാണ്. എന്നിട്ട് ഏതെങ്കിലും ഒരു വശം മാത്രം എടുത്ത് ഇശാം അങ്ങനെയാണ്, ഒരു ഇങ്ങനെയാണ് എന്ന് എവിടുന്നോ വായിച്ച ഏതൊക്കെ കഷ്ടവുമായി വന്നിട്ട് ഈ ഹദീസ് സ്വഹീഹല്ല, കാരണം അതിന്റെ സനദിൽ ഇശാമുണ്ട്, ഇശാം സ്വീകാര്യമല്ല എന്ന് പറയുന്ന ആളുകൾ യഥാർത്ഥത്തിൽ ഏത് പണ്ഡിതന്റെ വാക്കിൽ നിന്നാണോ ഇശാം സ്വീകാര്യമല്ല എന്ന് വായിക്കുന്നത് അതേ പണ്ഡിതനാണ് ഈ ഹദീസ് തള്ളുന്ന ആളുകളെ കുറിച്ച് ബിദ്അത്തിന്റെ കക്ഷികൾ രേഖപ്പെടുത്തിയത് എന്നത് ബോധപൂർവം മറക്കുകയാണ്. ബുദ്ധിക്കെതിരെ തള്ളണമെന്ന് ഇബ്നു കസീർ പറഞ്ഞുവെന്ന് പറയുമ്പോൾ അതേ ഇബ്നു കസീർ ഈ ഹദീസ് കൊണ്ടുവന്നത്, ഇത് സ്വീകരിച്ചുവെന്നത് പലപ്പോഴും ബോധപൂർവം മറക്കാൻ ശ്രമിക്കുകയാണ്. സിഹറിന്റെ വിഷയവും കണ്ണേറിന്റെ വിഷയവും എല്ലാം അങ്ങനെ തന്നെയാണ്. ചുരുക്കത്തിൽ അതിലൊന്നും യഥാർത്ഥത്തിൽ പ്രമാണവിരുദ്ധമായി യാതൊന്നുമില്ല. ജാഹിലിയ്യ കാലത്ത് വിശ്വാസമുണ്ടായിരുന്നു സിഹർ ചെയ്യുന്ന ആളുകൾ, സാഹിര്യങ്ങളായ ആളുകൾ അവർക്ക് സ്വന്തമായി പല കഴിവുമുണ്ട് എന്നും അവർക്ക് ചില അപ്രമാദിത്വമുണ്ട് എന്നതൊക്കെ ജാഹിലിയ്യ കാലത്ത് വിശ്വസിക്കപ്പെട്ടിരുന്നു. അതിന് ഇസ്ലാം എതിർത്തു, അതില്ലെന്ന് പറഞ്ഞു ഖുർആൻ അവരെ പഠിപ്പിച്ചു. അല്ലാഹുവിന്റെ അനുമതി ഇല്ലാതെ ഒരു ഉപദ്രവം ചെയ്യാൻ അവർക്കാവില്ല, അഥവാ അനുമതി ഉണ്ടെങ്കിൽ ഉപദ്രവം ചെയ്യാൻ കഴിയുമെന്നർത്ഥം. ഏതുപോലെ ശഫാഅത്ത് വിഷയത്തിന് അവർക്ക് വികലമായ അഭിപ്രായമുണ്ടായിരുന്നു. ലാത്തയും ഉസ്സയും മനാത്തയും ഒക്കെ അല്ലാഹുവിന്റെ അനുമതി പോലുമില്ലാതെ റബ്ബിന്റെ പക്കൽ ചെന്ന് നമുക്ക് വേണ്ടി ശുപാർശ ചെയ്യുമെന്ന് അവർ വിശ്വസിച്ചു പോന്നു. അല്ലാഹു തആല എതിർത്തു. ഇല്ല മൻ ദല്ലദി യശ്ഫഉ ഇൻദഹു ഇല്ലാ
അല്ലാഹുവിന്റെ അനുമതിയില്ലാതെ ആരുണ്ട് ശുപാർശ ചെയ്യാൻ എന്ന് ഖുർആൻ ആയത്തുൽ കുർസിയിലൂടെ മറ്റു ആയത്തിലൂടെ അവരെ ബോധ്യപ്പെട്ടതുപോലെ സിഹർ വിഷയത്തിലും വികലമായ വീക്ഷണം വെച്ച് നിർത്തിയ ആളുകളെ അല്ലാഹു തആല തിരുത്തി. ഇല്ല, ഏത് സാഹിറിനാണെങ്കിലും ഏത് കാഹിനാണെങ്കിലും എത്ര വലിയ ജോത്സ്യനും എത്ര വലിയ മന്ത്രികളുമാണെങ്കിലും അവർക്കൊന്നും അല്ലാഹു തആല നിശ്ചയിച്ച ആ വ്യവസ്ഥകൾക്ക് അതീതമായി അല്ലാഹുവിന്റെ അനുമതിക്ക് അതീതമായി കൊണ്ട് ഒന്നും ചെയ്യാൻ കഴിയില്ല. അതുകൊണ്ടാണല്ലോ ജോത്സ്യന്മാരെ കുറിച്ച് സ്വഹാബത്ത് അല്ലാഹു റസൂലിനോട് ചോദിച്ചു, റസൂലേ എന്താ ജോത്സ്യന്മാരുടെ കഥ? നബി തങ്ങൾ പറഞ്ഞു, അവർ യാതൊന്നുമല്ല എന്ന് നബി തങ്ങൾ തിരുത്തി കൊടുത്തു. അപ്പൊ ചോദിച്ചു, റസൂലേ ആ ജോത്സ്യന്മാര് പറഞ്ഞ പല കാര്യങ്ങളും ശരിയായി വരുന്നുണ്ടല്ലോ, അത് യാഥാർത്ഥ്യമായി പുലരുന്നുവല്ലോ എന്ന് പറഞ്ഞപ്പോൾ അല്ലാഹു റസൂൽ തിരുത്തി കൊടുത്തു, അത് ജിന്ന് തട്ടിയെടുത്തു കൊടുക്കുന്ന ചില കഥകൾ മാത്രമാണ്, ജിന്നുകൾ തട്ടിയെടുത്തു കൊടുക്കുന്ന ചില വാർത്തകൾ മാത്രമാണ്. അതിന്റെ കൂടെ 100 കളവുകൾ അവർ കൂട്ടിച്ചേർത്തിട്ട് ഈ ജോത്സ്യന്റെ ഈ സാഹിറിന്റെ ഈ കാഹിറിന്റെ കാതിൽ വന്ന് കോഴി കുറുകുന്നത് പോലെ അവൻ കുറുകി മന്ത്രിച്ചു കൊടുക്കുമെന്നാണ് അല്ലാഹു റസൂലിന്റെ പ്രയോഗം. അതോടുകൂടി ജിന്നിന്റെ പ്രവർത്തനം എന്താണ് എന്ന്, ജോത്സ്യന്റെ പ്രവർത്തനത്തിന്റെ രഹസ്യം എന്താണ് എന്ന് സമൂഹത്തിന് ബോധ്യമായി. അതിനു മുമ്പ് നബി തങ്ങൾ ഈ അധ്യാപനം വരുന്നതിന് മുമ്പ് മക്കയിലെ ജാഹിലിയ്യ കാലത്തുള്ള ആളുകൾ അവർക്ക് ജോത്സ്യന്മാര് മറഞ്ഞ കാര്യവും പറയുമ്പോൾ അവർക്ക് ദിവ്യത്വം കൽപ്പിച്ചു പോന്നു, അവരൊക്കെ ദൈവത്തിന്റെ അവതാരങ്ങളാണ് എന്ന് വിശ്വസിച്ചു പോന്നു, അവർക്ക് പല അപ്രമായത്വങ്ങളും വകവെച്ചു കൊടുത്തു പോന്നു. എന്നാൽ അല്ലാഹു റസൂൽ തിരുത്തി, അതിന്റെ പിന്നിലെ രഹസ്യം ഇതാണ് എന്ന് പറഞ്ഞു കൊടുത്തു. പറഞ്ഞ കാര്യം ഒരു പക്ഷേ അവരെ പറഞ്ഞുവെന്ന് ആളുകൾ അഭിപ്രായപ്പെട്ടേക്കാം. യഥാർത്ഥത്തിൽ അതവന്റെ സിദ്ധിയല്ല, അതവന്റെ കഴിവല്ല. അവൻ പ്രത്യേകമായി പൂജിച്ച് ആരാധിച്ച് അവന്റെ കൂടെ കൊണ്ടടക്കുന്ന അവന്റെ ആരാധനായി അവൻ സ്വീകരിച്ച പിശാചിൽ നിന്നുള്ള ചില ഇടപെടലുകൾ, പിശാച് അവന്റെ കാതിൽ വന്ന് കുറുകി മന്ത്രിച്ചു കൊടുക്കുമെന്ന് അല്ലാഹു റസൂൽ പഠിപ്പിച്ച അമാനി മൗലവി ഇസ്ലാമിക ജീവിതം എന്ന പുസ്തകത്തിൽ അത് രേഖപ്പെടുത്തിയിട്ടുണ്ട്. ആ ഹദീസും അതിന്റെ കൃത്യമായ വിശദീകരണങ്ങളും അതൊക്കെ ഒന്ന് വായിക്കണമെന്ന് കൂടി സാന്ദർഭികമായി ഓർമ്മപ്പെടുത്തുകയാണ്. അപ്പൊ അതിൽ ഈ പിശാച് ഈ നിലയ്ക്ക് ഇടപെടുകയാണ് എന്ന് മനസ്സിലായതുകൂടി നമുക്ക് ആ പ്രശ്നം തീർന്നു. അതാണ് ശബാബിലും മുമ്പ് എഴുതി വെച്ചത്, ഒരാള് വെള്ളത്തിന് മീതെ നടക്കുന്നത് കണ്ടാലും വായുവിലൂടെ പറക്കുന്നത് കണ്ടാലും അയാൾ ദിവ്യനാണെന്ന്, അയാൾ വലിയാണെന്ന്, അയാൾ മുത്തഖിയാണെന്ന് നാം തീരുമാനിച്ചുകൂടാ. ഒരു പക്ഷേ പിശാച് അവരെ താങ്ങിക്കൊണ്ടു പോവുകയാകും എന്ന് ഷാഫി ഇമാമിന്റെ വാചകമാണ്. ശബാബിൽ അത് എടുത്തുദ്ധരിച്ചിട്ടുണ്ട്, അതിൽ തർക്കമില്ലതാനും പിശാച് അവനെ താങ്ങിക്കൊണ്ടു പോവുകയാകുമെന്നാണ്. അപ്പൊ കേവലം വിശ്വാസം മാത്രമല്ലെന്ന് മനസ്സിലായി, താങ്ങിക്കൊണ്ടുപോകുമെന്നാണ് ശബാബിന്റെ വാചകം. ഒരാൾ പറക്കുന്നു, ആളുകൾ പറയും അയാൾ ഔലിയാണ്, അയാൾ വലിയ കഴിവുള്ള ആളാണ്, അയാൾ വലിയ സ്വാലിഹായ മനസ്സിലാണ്. ഇമാം ഷാഫി പഠിപ്പിക്കുന്നു, ഇല്ല, ഒറ്റയടിക്ക് തീരുമാനിക്കണ്ട. ഒരു പക്ഷെ അയാൾ പിശാചിന്റെ പൂജകനായിരിക്കാം, പിശാച് അവനെ താങ്ങിക്കൊണ്ടു പോകുകയായിരിക്കാം. അതല്ലെങ്കിൽ വെള്ളത്തിന് മീതെ നടക്കുന്നു, താഴ്ന്നു പോകുന്നില്ല. നമ്മുടെ നാട്ടിലൊക്കെ പല ആളുകളും കറാമത്തായി സമസ്തക്കാർ പ്രചരിപ്പിച്ചത് അങ്ങനെ പലതുമാണല്ലോ. ഇമാം ഷാഫി പഠിപ്പിക്കുന്നു, ഒരു പക്ഷെ പിശാച് അവനെ താങ്ങിക്കൊണ്ടു പോവുകയായിരിക്കാം. അത് ഇമാം ഷാഫിന്റെ വാക്കല്ലേ എന്ന് പറഞ്ഞ് തള്ളാൻ വയ്യ, കാരണം ശബാബിലാണ് എടുത്തുകൊടുത്തത്. അപ്പൊ ഏതായിരുന്നാലും അത് സ്വീകാര്യതയാവുകയും ചെയ്തു. ഇനി അതും തള്ളുകയാണെങ്കിൽ നിവൃത്തിയില്ല എന്ന് മാത്രം. സമാനമായ എത്ര സംഭവങ്ങൾ. അപ്പൊ കേവലം വസ്വാസ് മാത്രമല്ല, ഇനി വസ്വാസ് മാത്രമാണെങ്കിലോ അതിങ്ങനെ സ്വീകരിക്കാൻ കഴിയാം. വസ്വാസം ഉണ്ടാക്കുന്നുവെങ്കിൽ മനസ്സിനിടപെട്ട് മനസ്സിനെ മാറ്റിമറിക്കാൻ, മനസ്സിനെ സ്വാധീനിക്കാൻ സാധിക്കുമെങ്കിൽ അതെങ്ങനെയാണ് നമുക്ക് അംഗീകരിക്കാൻ കഴിയുക? അതും അദൃശ്യമാർഗത്തിലാവണ്ടേ, അതും കാര്യകാരണ ബന്ധങ്ങൾക്ക് അതീതമായിട്ടാവണ്ടേ, അതും അഭൗതികമായിട്ടാവണ്ടേ. അതുകൊണ്ട് പിശാച് ഒന്നുകിൽ പിശാച് ഇടപെടുകയേ ഇല്ലെന്ന് പറയണം, വിശ്വാസമില്ലെന്ന് പറയണം, ഒന്നുമില്ലെന്ന് പറയണം. അത് ഒന്നുകിൽ പറയാനാവൂ. അല്ലെങ്കിൽ എന്തെല്ലാം കഴിവുകൾ അവന് പ്രകൃതിയാൽ അല്ലാഹു തആല നിശ്ചയിച്ചുവോ, മനുഷ്യർക്കില്ലാത്ത പലതും അല്ലാഹു മലക്കുകൾക്ക് നൽകിയിട്ടുണ്ട്, മലക്കിലില്ലാത്ത പലതും അല്ലാഹു ജിന്നുകൾക്ക് നൽകിയിട്ടുണ്ട്, അവർക്കൊന്നുമില്ലാത്ത പലതും പല സൃഷ്ടികൾക്കും അല്ലാഹു നൽകിയിട്ടുണ്ടാവാം. നായയും പൂച്ചയും പക്ഷികളും അടക്കം മനുഷ്യരില്ലാത്ത പല കഴിവുകളുമായി ജനിച്ചു വളർത്തുന്നവരാണ് എന്ന് നമുക്കറിയാമല്ലോ. ഓരോ സൃഷ്ടിക്കും അതിൻ്റെതായ കഴിവുണ്ട്. മൂസാ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതുപോലെ എല്ലാത്തിനും അല്ലാഹു തആല അതിന്റെ സൃഷ്ടിപ്പ് നൽകിയിരിക്കുന്നു, അതിന് മാർഗദർശനം നൽകിയിരിക്കുന്നു. ആ കൂട്ടത്തിൽ ജിന്നും പെട്ടു, മലക്കും പെട്ടു, ശൈത്താനും പെട്ടു, മനുഷ്യനും പെട്ടു. അതുകൊണ്ട് ജിന്നിന്റേതായ കഴിവുണ്ട്, മനുഷ്യന്റേതായ കഴിവ് അല്ലാഹു നൽകിയിട്ടുണ്ട്. മലക്കുകൾക്ക് മലക്കുകളുടേതായ രീതികളും വ്യവസ്ഥകളും അല്ലാഹു തആല നിശ്ചയിച്ചിട്ടുണ്ട്. ആ വ്യവസ്ഥക്കുള്ളിൽ നിന്നുകൊണ്ട് അവർ പ്രവർത്തിക്കുന്നു, ആ വ്യവസ്ഥക്കുള്ളിൽ നിന്നുകൊണ്ട് അവർ കാണുന്നു, അവർ കേൾക്കുന്നു, അവർക്ക് ചെയ്യാൻ പറ്റാവുന്ന മേഖലകൾ അവർ പ്രവർത്തിക്കുന്നു. മനുഷ്യൻ പല സ്ഥലത്തും ഇടപെടുന്നു, പലരുമായും ഇടപെടുന്നു.
മാറുന്നു, പലരെയും പിഴപ്പിക്കുന്നു, പലരെയും നന്നാക്കാൻ ശ്രമിക്കുന്നു. എന്നതുപോലെ ജിന്നുകൾ, പിശാചുക്കൾ അവർക്ക് അല്ലാഹു നിശ്ചയിച്ച പരിധിക്കുള്ളിൽ നിന്നുകൊണ്ട് അവർ പലതും ചെയ്യുന്നു. ജ്യോത്സ്യന്മാരെ സഹായിക്കുന്നു. അതേപോലെ തിന്മയിൽ മുഴുകുന്ന ജനങ്ങൾ ശിർക്കിലേക്ക് നയിക്കുന്ന പുരോഹിതന്മാരെ പോലും അവരെ സഹായിച്ചേക്കാമെന്ന് ഡോക്ടർ ഉസ്മാൻ സാഹിബിന്റെ മുഖ്യശത്രു എന്ന പുസ്തകത്തിൽ നമുക്ക് കാണാൻ കഴിയും. അമാനി മൗലവി ഇസ്ലാമിക ജീവിതം എന്ന പുസ്തകത്തിലും അത് വിശദമായി പ്രതിപാദിച്ചിട്ടുണ്ട്. ഖുർആൻ പരിഭാഷയിലും അതിന് ചില ഭാഗങ്ങൾ നമുക്ക് കാണാൻ കഴിയും. അതൊന്നും ഇസ്ലാമിക വിരുദ്ധമല്ല. അത് പറയാത്ത ആരാ ലോകത്തുള്ളത്? അത് ശരിയല്ലെന്ന് പറഞ്ഞ ആരാ ലോകത്തുള്ളത്? പിശാചൻ ഇടപെടുകയേ ഇല്ലെന്ന്, വസ്വാസ് മാത്രമേ ചെയ്യൂവെന്ന്, മറ്റൊന്നും ചെയ്യില്ല എന്ന് ലോകത്താരാ പറഞ്ഞത്? അത് പറഞ്ഞാൽ തന്നെ യഥാർത്ഥത്തിൽ തൗഹീദ് പൊളിഞ്ഞു പോയി. അപ്പൊ ഒന്നുകിൽ പിശാച് ഒന്നും ചെയ്യില്ല, വസ്വാസം ഉണ്ടാക്കില്ല എന്നാണ് പറയേണ്ടത്. അതല്ല പിശാച് ചെയ്യുമെന്ന് വന്നാൽ തന്നെ ശിർക്കാകുമെന്നാണല്ലോ അത്തരം ആളുകൾ പറയുന്നത്. അതല്ലെങ്കിൽ എന്തെല്ലാം ഉണ്ട് എന്ന് അവർക്ക് അല്ലാഹു നിശ്ചയിച്ച വ്യവസ്ഥയുടെ അടിസ്ഥാനത്തിൽ അവർക്ക് എന്തെല്ലാം ചെയ്യാൻ കഴിയുമോ അത് ചെയ്തേക്കാമെന്നല്ലാതെ അതിനപ്പുറത്ത് കാര്യകാരണ ബന്ധങ്ങൾക്കതീതമായി, വ്യവസ്ഥകൾക്കതീതമായി, അഭൗതികമായ മാർഗത്തിൽ, അദൃശ്യമായ മാർഗത്തിൽ ഒരു ജിന്നിനും പ്രവർത്തിക്കാൻ കഴിയില്ല. ഒരു ജിന്നിനും നമ്മളെ കാണാൻ കഴിയില്ല. ഒരു മലക്കിനും അദൃശ്യ മാർഗത്തിൽ നമ്മളെ കാണാൻ കഴിയില്ല. ഒരു ശൈത്താനും അദൃശ്യ മാർഗത്തിൽ നമ്മുടെ ശബ്ദം കേൾക്കാൻ കഴിയില്ല. ഒരു മലക്കിനും അദൃശ്യ മാർഗത്തിൽ നമ്മുടെ ശബ്ദം കേൾക്കാൻ കഴിയില്ല. എന്റെ ഈ ശബ്ദം, നമ്മുടെ ഈ സംസാരം, ഈ സദസ്സിൽ മലക്കുണ്ടെങ്കിൽ ആ മലക്കുകൾ കേൾക്കുമെന്ന് നമ്മൾ വിശ്വസിക്കുന്നു. ആ മലക്കിനെയും കുറിച്ച് അല്ലാഹു പറഞ്ഞ വാചകമാണ് കാരക്കുരുവിന്റെ പാട പോലും അവർ ഉടമയാക്കുന്നില്ല. അപ്പൊ മലക്കിനും അദൃശ്യമായ മാർഗത്തിൽ നമ്മെ കാണാനാവില്ല, നമ്മെ കേൾക്കാനാവില്ല, നമ്മുടെ ജീവിതത്തിൽ ഇടപെടാൻ സാധിക്കില്ല. കഴിയുമെന്ന് വിശ്വസിച്ചാൽ തന്നെ ശിർക്കായി. മലക്ക് അദൃശ്യ മാർഗത്തിൽ നമ്മെ കാണുമെന്ന് വിശ്വസിച്ചാൽ ശിർക്കാണ്. അദൃശ്യ മാർഗത്തിൽ ഈ ശബ്ദം കേൾക്കുമെന്ന് വിശ്വസിച്ചാൽ അത് ശിർക്കാണ്. മലക്ക് അദൃശ്യ മാർഗത്തിൽ സഹായിക്കുമെന്ന് വിശ്വസിച്ചാൽ അത് ശിർക്കാണ്. പിന്നെ തേടേണ്ട കാര്യമില്ല, സഹായം ചോദിക്കേണ്ട കാര്യമില്ല. ആ വിശ്വാസം തന്നെ ശിർക്കായി മാറുന്നു. അതേസമയം അത് അട്ടിമറിച്ചിട്ടാണ് പുതിയ വാദവുമായി വന്നത്. ജിന്നിനോട് ചോദിച്ചാൽ തന്നെ പ്രാർത്ഥനയായി, മലക്കിനോട് ചോദിച്ചാൽ തന്നെ പ്രാർത്ഥനയായി എന്നുള്ള തരത്തിൽ പല ഉദാഹരണങ്ങളും പറഞ്ഞുകൊണ്ട് പലരും കൊണ്ടുവന്നത് യഥാർത്ഥത്തിൽ തൗഹീദ് കൃത്യമായി ബോധ്യപ്പെടാത്തത് കൊണ്ടാണ്. എവിടെയാണ് തൗഹീദും ശിർക്കും വേർതിരിയുന്നത് എന്ന യാഥാർത്ഥ്യം ഉൾക്കൊള്ളാൻ കഴിയാതെ പോയത് കൊണ്ടാണ് എന്ന് മാത്രമാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഏതായിരുന്നാലും തൗഹീദ് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. എന്താണ് കാര്യകാരണ ബന്ധമെന്ന്, എന്താണ് ഭൗതികം അഭൗതികമെന്ന്, എന്താണ് ദൃശ്യം അദൃശ്യമെന്ന് നാം മനസ്സിലാക്കേണ്ടതുണ്ട്. അത് കൃത്യമായി മനസ്സിലായാൽ ഏത് ഹദീസിനെയും തള്ളേണ്ട ആവശ്യമില്ല. അപ്പം 14 കാലത്ത് അഹ്ലുസ് സുന്ന സ്വീകരിച്ചതുപോലെ സ്വഹീഹ് ബുഖാരിയിലും സ്വഹീഹ് മുസ്ലിമിലും സനദോടുകൂടി വന്ന സ്വഹീഹായി വന്ന മുഴുവൻ ഹദീസുകളെയും സ്വീകരിക്കാൻ യാതൊരു പ്രയാസവും നമുക്കുണ്ടാവില്ല. സിഹറിന്റെ പേരിൽ, കണ്ണേറിന്റെ പേരിൽ നമുക്ക് യാതൊരു ആശയക്കുഴപ്പവും ഉണ്ടാകുന്ന പ്രശ്നമില്ല. ഇത് നമ്മുടെ ബുദ്ധിക്കൊപ്പിച്ച് നമ്മൾ പുതിയ വ്യാഖ്യാനം ഉണ്ടാക്കി, പുതിയ തൗഹീദ് അവതരിപ്പിച്ചു. അപ്പൊ സ്വാഭാവികമായും സിഹറില്ലെന്ന് പറയേണ്ടി വന്നു, കണ്ണേറില്ലെന്ന് പറയേണ്ടി വന്നു. അപ്പൊ ചോദ്യം വന്നു, സിഹറിന്റെ ഹദീസ് ബുഖാരിയിലുണ്ടല്ലോ, മുസ്ലിമിലുണ്ടല്ലോ, എങ്കിൽ ശരി ബുഖാരിയും സ്വീകാര്യമല്ല, മുസ്ലിമും സ്വീകാര്യമല്ല, നമ്മുടെ ബുദ്ധിക്ക് യോജിക്കുമെങ്കിൽ മാത്രം സ്വീകരിക്കാമെന്ന് പറയുന്നിടത്തേക്ക് അത് പതിച്ചു. എന്നാൽ ലക്ഷണമൊത്ത വിഷയങ്ങൾ പഠിച്ച് ആഴത്തിൽ വിവരമുള്ള പണ്ഡിതന്മാർ എല്ലാ വിഭാഗത്തിലുമുള്ളവർ തിരിച്ചു പറഞ്ഞിട്ടുമുണ്ട്. സിപി ഉമർ സുല്ലമി സെൻസിംഗ് മാസികയിലാണ് പറഞ്ഞത്, സ്വഹീഹ് ബുഖാരിയിലെ ഏതെങ്കിലും ഹദീസിന്റെ സനദിന് കുഴപ്പമുണ്ടെന്ന് ആരെങ്കിലും പറഞ്ഞാൽ അത് സ്വീകരിക്കാനാവില്ല എന്ന് സിപി ഉമർ സുല്ലമി 2007 സെൻസിംഗ് മാസികയിൽ, ഖുറാഫികളെ മാസികയിൽ അഭിമുഖം നൽകിയപ്പോൾ അദ്ദേഹം രേഖപ്പെടുത്തി വെച്ചു. സനദിന് കുഴപ്പമുണ്ടെന്ന് പറഞ്ഞാൽ അത് സ്വീകരിക്കാൻ പറ്റൂല, അത് ആര് പറഞ്ഞാലും സ്വീകരിക്കാൻ പറ്റൂല. അബ്ദുസലാം സുല്ലമിനെ പറഞ്ഞിട്ടുണ്ടല്ലോ എന്ന് ചോദിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞത്, സലാം സുല്ലമിയും അങ്ങനെ പറഞ്ഞെങ്കിൽ അത് അംഗീകരിക്കാൻ വകുപ്പില്ല എന്ന് സിപി ഉമർ സുല്ലമി സെൻസിംഗ് മാസിക അഭിമുഖം കൊടുത്തു. വിഷയങ്ങൾ മനസ്സിലാക്കിയവർ എന്നും അങ്ങനെ പറയാൻ തയ്യാറായിട്ടുണ്ട്. ഒരു പക്ഷെ പിന്നീട് അവർ മൗനം പാലിച്ചു നിൽക്കുന്നുണ്ടായേക്കാം. ഏതായിരുന്നാലും ശരി, കൃത്യമായ ആ ഒരു നിലപാടിൽ, കൃത്യമായ റൂട്ടിൽ നിൽക്കുന്ന കാലത്തോളം സ്വഹീഹായ ഒരൊറ്റ ഹദീസിനെയും ബുദ്ധിയുടെ പേര് പറഞ്ഞ് ഖുർആനിലാണ് എന്ന് പറഞ്ഞ് തള്ളേണ്ട ഗതികേട് നമുക്കുണ്ടാവില്ല. നമുക്ക് തോന്നുകയാണ് ഇങ്ങനെ ആയത്തുണ്ടല്ലോ, ഇവിടെ ഹദീസുമുണ്ട്, ഇത് രണ്ടും കൂടെ എങ്ങനെ യോജിപ്പിച്ചു കൊണ്ടുപോകാന്ന് നമുക്കുള്ള ആശയക്കുഴപ്പമാണ്. അതെല്ലാം കൃത്യമായി അഹ്ലുസുന്നയുടെ നേതാക്കന്മാർ നമുക്ക് വിശദീകരിച്ച് തന്നിട്ടുണ്ട്. എന്ന ആയത്തെടുത്ത് വെച്ചിട്ടാണ് പലരും പറയാറുള്ളത്. ഈ ആയത്തിന് എതിരാണ് ബുഖാരിയിലെ ഹദീസ്. പലരോടും ഞങ്ങളൊക്കെ ചോദിച്ചു, എങ്കിൽ കൂട്ടരെ ഈ ആയത്ത് 100
പ്രഗത്ഭരായ പണ്ഡിതന്മാർ തഫ്സീറിൽ പരാമർശിച്ചിട്ടുണ്ട്. അവരാരെങ്കിലും രേഖപ്പെടുത്തിയോ ഈ ആയത്തിനെതിരായി ഇങ്ങനെ ഹദീസുണ്ട്, ആ ഹദീസ് സ്വീകാര്യമല്ലെന്ന് പറഞ്ഞുവോ? ഈ ഹദീസ് ഇമാം ബുഖാരി, മുസ്ലിം മാത്രമല്ല, നേരത്തെ ഞാൻ എണ്ണിപ്പറഞ്ഞ ധാരാളം ഇമാമിങ്ങൾ തങ്ങളുടെ കിതാബുകൾ രേഖപ്പെടുത്തിയിട്ടുണ്ട്. അതിന് വ്യാഖ്യാനം എഴുതിയവരോ ആ കിതാബ് ക്രോഡീകരിച്ചവരോ ആരെങ്കിലും പറഞ്ഞുവോ ഇത് ഖുർആനെതിരാണ് എന്ന്? ലോകത്തൊരാൾക്കും ഇല്ലാത്തൊരു വാദം, ഇമാം ബുഖാരിക്ക് മനസ്സിലാവാത്തൊരു വാദം, അവിടെ ഇങ്ങോട്ടുള്ള ഹദീസ് പണ്ഡിതന്മാർ ആരും ഉന്നയിക്കാത്തൊരു വാദം, അതേപോലെ ഖുർആൻ വ്യാഖ്യാതാക്കളോ അഖീദയുടെ പണ്ഡിതന്മാരോ അഹ്ലുസുന്നയുടെ നേതാക്കന്മാരായി നമ്മളെല്ലാവരും അംഗീകരിക്കുന്ന പണ്ഡിതന്മാരോ ഒരാള് പോലും പറയാത്തൊരു വാദം, ഒരു പുതിയ വാദം മുഅ്തസിലികളിൽ നിന്ന് കടമെടുത്തു പോന്ന അവരുടെ പിൻമുക്കാര് പിന്നീട് അത് പ്രചരിപ്പിച്ച ആ ഒരു പുതിയ വാദം, ആ ഒരു ചിന്താഗതി ജസ്വാസിനെ പോലുള്ള മുഅ്തസിലി പണ്ഡിതന്മാർ തങ്ങളുടെ തഫ്സീറിലൊക്കെ രേഖപ്പെടുത്തി വെച്ച ചില അഭിപ്രായങ്ങൾ അതെടുത്തിട്ടാണ് ചില ആളുകൾ ജസ്വാസ് പറഞ്ഞിട്ടുണ്ട്, തഫ്സീറിലുണ്ട് എന്ന് പറഞ്ഞ് കൊണ്ടുവന്നത്. ജസ്വാസ് മുഅ്തസിലിയാണ് എന്ന് ലോകത്ത് കിതാബുമായി ബന്ധമുള്ള എല്ലാവർക്കും അറിയാം. അങ്ങനെയുള്ള മുഅ്തസിലി ചിന്താഗതിക്കാർ ജുബായിയെ പോലുള്ള അതേപോലെ ജസ്വാസിനെ പോലുള്ള ആളുകൾ രേഖപ്പെടുത്തി വെച്ചു എന്നല്ലാതെ അഹ്ലുസുന്നയുടെ ആവശ്യം സ്വീകരിച്ച ഒരാള് പോലും അത്തരമൊരു അഭിപ്രായം ലോകത്ത് ഉന്നയിച്ചിട്ടില്ല എന്നുള്ളത് നമ്മൾ തിരിച്ചറിയേണ്ടതുണ്ട്. ഞാൻ ദീർഘിപ്പിക്കുന്നില്ല, 40 മിനിറ്റാണ് നിശ്ചയിക്കപ്പെട്ട സമയം. അപ്പൊ ഏതായിരുന്നാലും നമുക്കൊരു ബാധ്യതയുണ്ട്, നമുക്ക് താല്പര്യം, നമുക്ക് പ്രതിപത്തി അല്ലാഹുവിന്റെ ദീനിനോട് മാത്രമാണ്, മറ്റാരോടുമില്ല. നേതാക്കന്മാരും അനുയായികളും എല്ലാം വേർപിരിയുന്ന രംഗമുണ്ട് എന്നുള്ളത് നമ്മൾ വിസ്മരിക്കാൻ പാടില്ല. ആരുടെ പിന്നാലെ കൂടിയാലും ആരെ നേതാവായി കൂട്ടിയാലും ഒരു കൂട്ടർക്ക് മാത്രമല്ല ഞാൻ പറഞ്ഞത്, നമ്മളെല്ലാവരും ഉൾക്കൊള്ളേണ്ടുന്ന ഒരു യാഥാർത്ഥ്യമാണ്. ആരിന്റെ പിന്നാലെ കൂടിയാലും ശരി, അവരൊക്കെ കൈവിട്ടു പോകുന്ന, അവർക്കാർക്കും സഹായിക്കാൻ കഴിയാത്ത ഒരു ലോകമുണ്ട്. ആ പരലോകമാണ് നമ്മൾ ലക്ഷ്യമായി മാറേണ്ടത്. അവിടെ രക്ഷപ്പെടാൻ ഞാൻ ഏതാണ് സ്വീകരിക്കേണ്ടത് എന്നാണ് നമ്മൾ അന്വേഷിക്കേണ്ടത്. അല്ലാതെ നമ്മളെ പാർട്ടി എന്താ പറഞ്ഞത്, കേന്ദ്രം എന്താ പറഞ്ഞത്, മടവൂർ എന്താ പറഞ്ഞത്, മറ്റേ ഉസ്താദ് എന്താ പറഞ്ഞത് എന്ന പരിഗണനയ്ക്ക് പ്രസക്തിയേ ഇല്ല എന്ന് നാം തിരിച്ചറിയുക. മറിച്ച് വിശുദ്ധ ഖുർആൻ അധ്യാപനം എന്ത്, പ്രവാചക അധ്യാപനം എന്ത്? നബിതങ്ങൾ ഈ ഹദീസ് പറഞ്ഞപ്പോൾ, നബിതങ്ങൾ ഈ ആയത്ത് പഠിപ്പിച്ചപ്പോൾ അത് ആദ്യം പഠിച്ചത് സ്വഹാബത്താണല്ലോ. നബിയിൽ നിന്ന് കേട്ടു പഠിച്ച ഒന്നാമത്തെ പ്രബോധിതർ സ്വഹാബിമാരാണല്ലോ. ആ സ്വഹാബിമാരാണ് എന്തായിരുന്നാലും ഈ ആയത്തും ഈ ഹദീസും നമ്മെക്കാളേറെ മനസ്സിലാക്കിയവർ. അതുകൊണ്ട് ആ സ്വഹാബത്ത് എങ്ങനെയാണ് ഉൾക്കൊണ്ടത്, ആ സ്വഹാബത്ത് എങ്ങനെയാണ് മനസ്സിലാക്കിയത് എന്നത് ആ രംഗത്ത് പ്രധാനം തന്നെയാണ്. വിശുദ്ധ ഖുർആൻ ഒരുപാട് ആയത്തുകളിൽ ആ സ്വഹാബത്ത് അംഗീകാരം നൽകിയിട്ടുണ്ടല്ലോ. വിശുദ്ധ ഖുർആൻ പറഞ്ഞു, ഫഇൻ ആമനു ബിമിസ്ലി മാ ആമൻതും ബി ഫഖദ് ഇഹ്തദൂ. സ്വഹാബത്ത് വിശ്വസിച്ചതുപോലെ അവർ വിശ്വസിക്കുന്നുവെങ്കിൽ നേർമാർഗത്തിലാകാമെന്ന് ജൂത ക്രൈസ്തവരെ കുറിച്ച് വിശുദ്ധ ഖുർആൻ പറഞ്ഞു. അതേപോലെ അസ്സാബിഖൂനൽ അവ്വലൂന മിനൽ മുഹാജിരീന വൽ അൻസാർ വല്ലദീന തബഊഹും ബിഇഹ്സാൻ റളിയല്ലാഹു അൻഹും വറളു അൻഹു. അൻസാരികളും മുഹാജിറുമായ ആളുകൾ വല്ലദീന തബഊഹും ബിഇഹ്സാൻ, നന്മയിൽ അവരെ പിൻപറ്റിയ ആളുകൾ, അവർക്ക് റബ്ബിന്റെ തൃപ്തിയുണ്ട് എന്ന് ഖുർആൻ പറഞ്ഞെങ്കിൽ ആ റൂട്ട് നാം സ്വീകരിക്കാൻ തയ്യാറാവുക. ഒറ്റക്കാര്യം കൂടെ പറഞ്ഞ് അവസാനിപ്പിക്കാം. അള്ളാഹുവിനോട് ആത്മാർത്ഥമായി നമ്മളൊക്കെ പ്രാർത്ഥിക്കുക, നാഥാ ഏതാണ് ശരി ഏതാണ് തെറ്റ് എന്ന് എനിക്ക് ബോധ്യമാകാനുള്ള തൗഫീഖ് നൽകണേ എന്ന പ്രാർത്ഥന അതിപ്രധാനമാണ്. ഈ ഇരിക്കുമ്പോഴും പിരിഞ്ഞു പോയാലും ജീവിതത്തിലുടനീളം ആ പ്രാർത്ഥന ആത്മാർത്ഥമായി കാത്തു സൂക്ഷിക്കുക. നാഥൻ അനുഗ്രഹിക്കുമാറാവട്ടെ. റബ്ബനാ ആതിനാ ഫിദ്ദുനിയാ ഹസന വഫിൽ ആഖിറതി ഹസന വഖിനാ അദാബന്നാർ വസല്ലല്ലാഹു വസല്ലം അലാ മുഹമ്മദിൻ വആലിഹി വസഹ്ബിഹി അജ്മഈൻ വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. അടുത്തതായി 40 മിനിറ്റ് നമ്മെ അഭിസംബോധന ചെയ്ത് മജീദ് മദനി സംസാരിക്കുന്നതാണ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാത്തു വസ്സലാമു അലാ റസൂലിൽ അമീൻ വഅലാ ആലിഹി വസ്ഹബിഹി അജ്മഈൻ വബഅദ്. ഫൈസൽ മുസ്ലിയാർ അവസാനിച്ചിടത്തുനിന്ന് തുടങ്ങാം. ഈ ഒരുമിച്ച് കൂടലും ഈ ചർച്ചയും ഈ പഠനവും നമുക്ക് നല്ലത് മനസ്സിലാവാൻ, ഹക്ക് മനസ്സിലാക്കാൻ അല്ലാഹു ഒരു മാർഗമാക്കി തരട്ടെ, അതിനുള്ള തൗഫീഖ് നമുക്ക് റബ്ബ് നൽകട്ടെ എന്ന പ്രാർത്ഥനയോടുകൂടി നമുക്ക് തുടങ്ങാം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം.
4 വിഷയങ്ങളെ കേന്ദ്രീകരിച്ചാണ് നമ്മുടെ ചർച്ച നടക്കുന്നത്. 1, വാദമായി ഞങ്ങൾ എഴുതിയത് ഞങ്ങളുടെ വിശ്വാസം, ഞങ്ങൾ വിശ്വസിക്കുന്ന കാര്യം, മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് സിഹ്ർ ഫലിച്ചിട്ടില്ല, മാരണമേറ്റിട്ടില്ല, സനദിൽ ദുഅഫില്ലാത്ത ആരോപണ വിധേയരായ വ്യക്തികളില്ലാത്തൊരു സനദിലൂടെയോ വൈരുദ്ധ്യങ്ങളില്ലാത്തൊരു മത്തിനിലൂടെയോ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് സിഹ്ർ ഫലിച്ചു എന്ന് സ്ഥാപിക്കാൻ ലോകത്ത് ഒരു പണ്ഡിതനും സാധിച്ചിട്ടില്ല, ഒരാളോട് പറഞ്ഞിട്ടില്ല. ഈ ഹദീസ് ഇതിന്റെ സനദും മത്തിനൊക്കെ ക്ലിയർ ആണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സിഹ്ർ ഫലിച്ചിട്ടുണ്ട്, ഇത് വിശ്വസിച്ചേ പറ്റൂ, ഇത് വിശ്വസിക്കുന്നത് ഖുർആനെതിരാണ്. ഈ രൂപത്തിൽ ഞങ്ങൾ വിശ്വസിക്കുന്നില്ല. ഞങ്ങളുടെ വിശ്വാസം, ഞങ്ങളുടെ പ്രവാചകൻ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ജീവിതത്തിൽ ഒരു സെക്കൻഡ് പോലും, അല്ല ഒരു സെക്കൻഡിനെ ന്യൂട്രോ മൈക്രോ എത്ര തിരിച്ചാലും വേണ്ടില്ല, അത്ര ടൈം പോലും മാരണമേറ്റവനല്ല. ഈ പറയുന്നതിന് ഖുർആനിൽ നിന്ന് 5 ആയത്തുകളാണ് ഞങ്ങൾക്ക് ഓതാനുള്ളത്. ഇൻഷാ അല്ലാഹ് അതിന് ചോദ്യങ്ങളും കാര്യങ്ങളും തുടർന്ന് വരികയും ചെയ്യും. മറ്റുള്ള ഹദീസുകൾ വരും. ഇനി മറ്റൊരു വാദം ഉണ്ടായിരുന്നത് കണ്ണേറ് തട്ടി നമുക്ക് ആൾനാശം സംഭവിക്കും, സാമ്പത്തിക നഷ്ടം സംഭവിക്കും എന്നൊക്കെയുള്ള അന്ധവിശ്വാസമാണ്. ഇതാണ് ഞങ്ങളുടെ വാദം. നമുക്ക് ആൾനാശം ഉണ്ടാവുന്നെങ്കിൽ, നമുക്ക് സാമ്പത്തിക നഷ്ടം സംഭവിക്കുന്നുണ്ടെങ്കിൽ ഞങ്ങൾ മനസ്സിലാക്കുന്നു സൂറത്ത് ബഖറയിലെ 155-ാമത്തെ ആയത്ത് പ്രകാരം അതെല്ലാം അള്ളാഹുവിന്റെ പരീക്ഷണങ്ങളാണ്. നിങ്ങളെ നാം പരീക്ഷിക്കുക തന്നെ ചെയ്യുമെന്നാണ് ഉറപ്പ്. വിശദീകരണങ്ങൾ തുടർന്നു വരും. അപ്പോൾ പിന്നീട് ഞങ്ങൾ പറഞ്ഞത് ജിന്ന്, അള്ളാന്റെ സൃഷ്ടികളായ ജിന്നുകൾ, മലക്കുകൾ അവരോട് എന്ത് ചോദിച്ചാലും അത് പ്രാർത്ഥനയാണ്, അത് ശിർക്കാണ്. ഇതായിരുന്നു ഞങ്ങളുടെ 3ാമത്തെ വാദം. 4, അള്ളാഹു സ്വർഗത്തിൽ നിന്ന് ആട്ടിപ്പുറത്താക്കിയ ഇബ്ലീസിനോ ശൈത്താൻ അവനോ അവന്റെ അനുയായികളിൽപ്പെട്ട ആർക്കെങ്കിലും മനുഷ്യവർഗത്തിൽപ്പെട്ട ഒരാളെയും ശാരീരികമായിട്ട് ഉപദ്രവിക്കാനോ അവനെ ഭ്രാന്ത് പിടിപ്പിക്കാനോ അവനെ അപസ്മാരം പിടിപ്പിക്കാനോ അല്ല അവനുമായി മൽപ്പിടുത്തം നടത്താനോ അവന്റെ എന്തെങ്കിലും കത്തി കവർന്നു കൊണ്ടുപോകുവാനോ സാധിക്കില്ല. ഖുർആനിൽ നിന്നും ആയത്ത് മുഖേനയാണ് ഞങ്ങൾ ഈ കാര്യങ്ങൾ പറയാൻ പോകുന്നത്. പിന്നീട് ഈ വിഷയത്തിലെല്ലാം ഹദീസ്, ഈ പറഞ്ഞ 4 വിഷയത്തിലും ധാരാളം ഹദീസുകൾ വന്നിട്ടില്ലേ? അത് ബുഖാരിയിലില്ലേ, മുസ്ലിമിലില്ലേ, മറ്റു ഹദീസ് ഗ്രന്ഥങ്ങളിലില്ലേ എന്ന് ചോദിച്ചാൽ ഉണ്ട്. ഒന്നല്ല, ഓരോ വിഷയത്തിലും ചുരുങ്ങിയത് 10 ഹദീസുകളാണ് ഞങ്ങൾ ഉദ്ധരിക്കുന്നത്. കണ്ണേർ വിഷയത്തിൽ വന്ന 10 ഹദീസ്, ശൈത്താൻ അസുഖമുണ്ടാക്കുമെന്ന് പറയുന്ന 10 ഹദീസ്, നമുക്ക് അള്ളാന്റെ സൃഷ്ടികളല്ലാത്തവരെ വിളിക്കാൻ പറ്റുമെന്നുള്ളത് ഹദീസിൽ കണ്ടിട്ടില്ല, അതുകൊണ്ട് അതിന് ഹദീസ് ഉദ്ധരിക്കാൻ വയ്യ, ഒന്നേ ഉള്ളൂ. പിന്നെ കണ്ണേറ് തട്ടുന്നില്ലതിനും അതിന്റെ ചികിത്സകളുള്ള ഹദീസുകളെല്ലാം ഈ ഹദീസ് അള്ളാന്റെ തൗഫീഖ് കൊണ്ട് ഇതിലൊന്നിനെയും നിഷേധിക്കാൻ, ഇത് അള്ളാന്റെ റസൂലിന്റെ വാക്കാണെങ്കിൽ, ഖുർആൻ വിശദീകരിച്ച് മനുഷ്യരെ പഠിപ്പിക്കാൻ വേണ്ടി വന്ന പ്രവാചകന്റെ മുത്തു റസൂലിന്റെ വാക്കുകളാണെങ്കിൽ അതിൽ ഒന്നിനെ പോലും, അതായത് ഒരു ഹറഫിനെ പോലും നിഷേധിക്കുന്നവരല്ല ഞങ്ങൾ, അത് പ്രമാണമാണെന്ന് അംഗീകരിക്കുന്നവരാണ്. പിന്നെ ഈ 10 ഹദീസുകളിൽ ചിലത് തള്ളുകയും ചിലത് കൊള്ളുകയും ചെയ്യുന്ന ആളുകളോട് ചോദിക്കുകയാണ്. ഇവിടെ എന്താ ചോദ്യങ്ങളുണ്ട്, ചോദിക്കുകയാണ്, നിങ്ങൾ എന്താ ചില ഹദീസുകൾ തള്ളുന്നത്, ചിലതെന്താ എടുക്കാത്തത്? കണ്ണേറിന്റെ വിഷയത്തിൽ ഇന്ന ഹദീസ് നിങ്ങൾ എന്തുകൊണ്ട് സ്വീകരിക്കുന്നു, ഇന്ന ഹദീസ് നിങ്ങൾ എന്തുകൊണ്ട് സ്വീകാര്യമല്ല? നിങ്ങളുടെ ഹദീസ് തള്ളാൻ എന്ത് മാനദണ്ഡമാണോ ഉപയോഗിച്ചത് അതേ ഹദീസ് വെച്ച് ഞങ്ങൾ വലിച്ചെറിയുന്നില്ല. ഞങ്ങളുടെ വിശ്വാസത്തിന്, വിശുദ്ധ ഖുർആന്റെ അധ്യാപനത്തിനെതിരായ സാധനങ്ങൾ തൽക്കാലം മാറ്റിവെക്കുന്നു. ഇത് എന്നും പണ്ഡിതന്മാർ ചെയ്തിട്ടുള്ളതാണ്. ഇതായിരിക്കും ഞങ്ങളുടെ ഈ വിശ്വാസത്തിലുള്ള ശൈലി. ഇതിന് ഞങ്ങളുടെ തെളിവെന്താണ്?
ലോകത്തേതെങ്കിലും പണ്ഡിതന്മാർ പറഞ്ഞിട്ടുണ്ടോ എന്ന് നോക്കി പോകുന്നില്ല. ഉദാഹരണത്തിന്, ഒറ്റപ്പെട്ടൊരു സ്ഥലത്ത് ചെന്ന, വിജനമായ മനുഷ്യനേ ഇല്ലാത്തൊരു സ്ഥലത്ത് ചെന്ന വ്യക്തി തന്റെ വാഹനം നഷ്ടപ്പെടുന്നു. യാ ഇബാദല്ലാഹ്, സഹായിക്കണേ എന്ന് പറഞ്ഞാൽ ശിർക്കാണോ അല്ലേ എന്നുള്ള ഇവിടുത്തെ ഭയങ്കര ചർച്ചയാണ്. ശിർക്കാണെന്ന് പറഞ്ഞു, അല്ല ഹറാമാണ്, അല്ല വസീലത്ത് ശിർക്കാണ്. നമ്മൾ ചോദിക്കുന്നത് ഏതൊക്കെ പണ്ഡിതന്മാർ ഇതിന് പറഞ്ഞിട്ടുണ്ട് എന്ന്. ഷിർക്കാണെങ്കിൽ ഏതൊക്കെ പണ്ഡിതന്മാർ ഷിർക്കാന്ന് പറഞ്ഞിട്ടുണ്ട്? അപ്പൊ പണ്ഡിതന്മാരെ ലിസ്റ്റ് ഇങ്ങനെ കിട്ടിയിട്ടേ ഞങ്ങൾ അംഗീകരിക്കുള്ളൂ. ആ പണ്ഡിതന്മാരുടെ ലിസ്റ്റ് ഇങ്ങോട്ട് കൊണ്ടായി എന്ന് പറയുന്ന ശൈലി ഞങ്ങൾക്കില്ല. ഉദാഹരണത്തിന് ഈ ഹദീസ് തന്നെ മനസ്സിലാക്കുക. ഈ ഹദീസ് തന്നെ ഏത്? വിജനമായ സ്ഥലത്ത് ഒറ്റപ്പെടുന്ന ആളെ അള്ളാന്റെ സൃഷ്ടികളായ ജിന്നിനെ മലക്കിനെ ഉദ്ദേശിച്ചുകൊണ്ട് തന്നെ വിളിച്ചാൽ അത് ഷിർക്കല്ലാന്ന് ആരൊക്കെ പറഞ്ഞ കുറെ ആളുകൾ പറഞ്ഞിട്ടുണ്ടാവും. ഷിർക്കാണ് ആരാ പറഞ്ഞത്? ആരും കാണൂല എന്ന് വിചാരിച്ച് അങ്ങനെയാണ് സത്യമെന്നെങ്കിൽ ഞങ്ങൾ അതിന് പിറകെ പോലെ. ഞങ്ങൾക്കൊരു ശൈലിയുണ്ട് വിഷയം, ഞങ്ങൾക്കൊരു ശൈലിയുണ്ട്. ആ ശൈലി വിശുദ്ധ ഖുർആനിന് എതിരായിക്കൊണ്ട് ഒരു ഹദീസ് വന്നാൽ, ഒന്നല്ല ഹദീസുകളിൽ അഭിപ്രായ വ്യത്യാസമോ സംശയമോ വന്നാൽ ഈ വിഷയത്തിൽ ഖുർആൻ എന്ത് പറയും, കണ്ണേറിന്റെ വിഷയത്തിൽ ഖുർആൻ എന്ത് പറയും, അള്ളാന്റെ സൃഷ്ടികളല്ലാത്ത അള്ളാന്റെ സൃഷ്ടികളായ ജിന്ന് മലക്ക് പോലുള്ള ആളുകളുമായി സഹായം തേടുകയും ഇടപെടുകയും ചെയ്യുന്ന വിഷയത്തിൽ ഖുർആൻ എന്ത് പറയും? കണ്ണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് സിഹിർ വലിച്ചു എന്നുള്ള വിഷയത്തിൽ ഖുർആനിൽ എന്തുണ്ട് എന്ന് നോക്കി ഈ കാണുന്ന 10-15 ഹദീസുകളുടെ കൂമ്പാരത്തിൽ കടന്ന് വട്ടം കറങ്ങുന്നതിന് പകരം ഖുർആനിലേക്ക് മടങ്ങും. ഇതാണ് സലഫുകളുടെ മാർഗം. എന്നും സലഫുകൾ അനുവർത്തിച്ചു വന്ന ഉദാഹരണങ്ങൾ പറയാം, 1-2 ഉദാഹരണങ്ങൾ പറയാം. അംഗീകരിക്കാൻ പറ്റുമെങ്കിൽ അംഗീകരിക്കുക. മരിച്ച ആളുകൾ കേൾക്കുമോ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വഫാത്തിന് ശേഷം സ്വഹാബത്തിനുണ്ടായ ഒരു അഭിപ്രായ വ്യത്യാസമായിരുന്നു, മരിച്ച ആളുകൾക്ക് കേൾക്കാൻ പറ്റുമോ ഇല്ലേ. അങ്ങനെ ഒരു സംശയം ഉണ്ടാവാനുള്ള കാരണം ബദറിൽ നിന്ന് മരിച്ച ആളുകളെ, ഷഹീദായ സ്വഹാബത്ത് കൊന്നൊടുക്കിയ ശത്രുപക്ഷത്തുണ്ടായിരുന്ന ആളുകളെ കൊണ്ടുപോയിട്ട കിണർ ഖലീബ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അതിന്റെ അടുത്ത് ചെന്നു എന്നും അവരോട് സംസാരിച്ചു എന്നും നിങ്ങൾക്ക് ഇപ്പോൾ ബോധ്യപ്പെട്ടില്ലേ, ഞാൻ അള്ളാന്റെ റസൂലാണെന്നും ബോധ്യപ്പെട്ടില്ലേ എന്ന് ചോദിച്ചു എന്നും ഹദീസ്. സംശയമായി സ്വഹാബത്തിനടുത്ത്, സ്വഹാബിമാരുടെ ഇടയിൽ സംശയം വന്നു, റസൂൽ അങ്ങനെ പറഞ്ഞോ ഇല്ലേ, പറഞ്ഞെങ്കിൽ എന്താണ് ഉദ്ദേശിച്ചത്? അവര് പോയി ആയിഷ ബീവിന്റെ അടുത്ത് പോയി, അള്ളാന്റെ റസൂൽ അങ്ങനെ പറഞ്ഞിട്ടുണ്ടോ എന്നാ ചോദ്യം. അള്ളാന്റെ റസൂൽ ആയിഷ ബീവി അവർക്ക് തിരുത്തി കൊടുത്തു, അള്ളാന്റെ റസൂൽ അങ്ങനെ പറഞ്ഞിട്ടില്ല. അള്ളാന്റെ റസൂൽ പറഞ്ഞത് എന്താണ്? അവർക്ക് ഇപ്പോൾ ബോധ്യപ്പെട്ടിരിക്കും, കാരണം അവർ മരിച്ചല്ലോ, മരിച്ചവര ബർസഖിലെ ലോകത്താണ്. അവർക്കിപ്പോൾ ബോധ്യപ്പെട്ടിരിക്കും ഞാൻ അള്ളാന്റെ റസൂലാണെന്ന്. മാത്രമല്ല ആയിഷ ബീവിയോട് പറഞ്ഞു, ഹസ്ബുക്കും അൽ ഖുർആൻ. ഹദീസുകളുടെ കാര്യത്തിൽ പ്രവാചകന്റെ വഫാത്തിന് ശേഷം സംശയം വന്ന സ്വഹാബിമാർ സ്വീകരിച്ച, സലഫുകൾ സ്വീകരിച്ച മാർഗം അതാ. ഏതെങ്കിലും പണ്ഡിതൻ പറഞ്ഞിട്ട് ആരൊക്കെ പറഞ്ഞു, എന്നിട്ട് നമുക്ക് പറ്റുന്ന പണ്ഡിതന്മാർ പറഞ്ഞ വാക്കുകൾ അടർത്തിയെടുത്ത് അതിങ്ങനെ വെക്കുക, മറ്റുള്ള ഭാഗം കണ്ണടക്കുക. അപ്പൊ പണ്ഡിതന്മാരുടെ ഉദ്ധരണികളും കിതാബുകളും പരതി തനിക്ക് പറ്റുന്ന ഭാഗങ്ങൾ എടുത്ത് പറയുന്ന ശൈലിയല്ല, പകരം ആ വിഷയത്തിൽ ഖുർആൻ എന്ത് പറയുന്നു? അവസാനിച്ചിട്ടില്ല. ഒരാൾ മരിച്ചു, ആ മരണ വീട്ടിൽ നോക്ക്, നമുക്കൊന്ന് പോയി നോക്കാം, നമുക്കൊന്ന് ശ്രദ്ധ കേന്ദ്രീകരിക്കാം. ഇതാ ഒരു സ്വഹാബിയുടെ മകൾ മരിച്ചു കിടക്കുക, സ്വഹാബത്തോടെ കൂടിയിട്ടുണ്ട്, ഇബ്നു അബ്ബാസ് ഉണ്ട്, ഇബ്നു ഉമർ ഉണ്ട്, അംറും ഉസ്മാൻ ഉണ്ട്. അകത്തു നിന്ന് സ്ത്രീകൾ പൊട്ടിക്കരയുന്നു. ഇവിടെ ഒരാൾ ചോദിച്ചാൽ പെണ്ണുങ്ങൾ ഇങ്ങനെ കരയുന്നുണ്ടല്ലോ, ആ കരച്ചിൽ കാരണം ഈ കിടക്കുന്ന മയ്യത്തിനല്ല ഇതിന്റെ ബുദ്ധിമുട്ട്, അതുകൊണ്ട് അവരെ നിയന്ത്രിക്കണ്ടേ എന്ന് ചോദിച്ചു. അവർക്കിടയിൽ സംശയം വന്നു, പ്രശ്നം വന്നു, സംസാരം വന്നു. ഒരാൾ മരിച്ചിട്ട് മറ്റുള്ള ആളുകൾ കരഞ്ഞ ഈ മയ്യത്തിന് എന്തിനാണ് അദാബിലാക്കുന്നത്, അള്ളാന്റെ ശിക്ഷ എന്തിനാണ്? അപ്പോൾ പറഞ്ഞു അങ്ങനെ പറഞ്ഞിട്ടുണ്ട്, റസൂൽ അങ്ങനെ പറഞ്ഞിട്ടുണ്ട്.
പിന്നെയും സംശയമായി. ഇബ്നു ഉമർ പറഞ്ഞു, ഞാൻ കേട്ടിട്ടുണ്ട്, എന്റെ ഉപ്പ പറയുന്നതും കേട്ടിട്ടുണ്ട്. ഉമർ റളിയല്ലാഹുവിനെ കുത്തേറ്റ് കിടക്കുക. ആ സമയത്ത് സുഹൈബ് എന്ന് പറയുന്ന സഹാബി ഓടി വന്നു. വാ അഹാ വാ സ്വാഹിബ, എന്റെ കൂട്ടുകാരാ, എന്റെ സുഹൃത്തെ എന്നൊക്കെ വിളിച്ച് കരഞ്ഞുകൊണ്ട് വന്നു. ഉമർ റളിയല്ലാഹു ചോദിച്ചു, എന്റെ വിഷയത്തിലാണ് കരയുന്നത്, ഇന്നെ അദാബിലാക്കാനാണോ സുഹൈലെ കരയുന്നത് എന്ന് ചോദിച്ചു. അപ്പോൾ ഉമർ റളിയല്ലാഹു അത് വിശ്വസിച്ചിരുന്നു. അങ്ങനെയാണ് അദ്ദേഹം ഷഹീദായത്. പ്രശ്നമായി. അവർ ആയിഷ ബീവിയുടെ അടുത്ത് പോയി, ഇങ്ങനെ ഒരു സംശയം ഉണ്ടല്ലോ, നബി അങ്ങനെ പറഞ്ഞിട്ടുണ്ടോ? പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിന്റെ സന്ദർഭം എന്താണ്? അതാണ് ഞങ്ങൾ നോക്കാറ്. റസൂല് ശരീരത്തിൽ കൂടി ശൈത്താനാണ്ട് ഓടുന്നതാണ് അതിന്റെ സന്ദർഭം എന്താ, ആരോടാ പറഞ്ഞത്, അതങ്ങനെ കട്ട് ചെയ്തിട്ട് അവനാണ് ഇഷ്ടമുള്ള ഭാഗം എടുത്തിട്ട് ഉദ്ധരിക്കും. 10 മലയാളത്തിലുള്ള 10 പുസ്തകങ്ങൾ കേരളത്തിൽ ഇറങ്ങിയിട്ടുണ്ടെങ്കിൽ ഈ ഹദീസ് ഉദ്ധരിച്ച ഒരു ഭാഗത്തും അതിന്റെ ഭാഗം ആരോട് പറഞ്ഞു, എപ്പ പറഞ്ഞു, എന്തിന് പറഞ്ഞു എന്ന് പറയില്ല. സലാം സുലമി അതും കൂടെ പറയും. അതാണ് സലാം സുലമിക്കുള്ളത്. അപ്പോൾ നമ്മൾ വിഷയത്തിലേക്ക് വരുന്നു. ഈ മരിച്ചു കിടക്കുന്ന വ്യക്തിക്ക് അദാബ് ഉണ്ടാവോ, ശിക്ഷ ഉണ്ടാവോ, പണിഷ്മെന്റ് ഉണ്ടാവോ എന്ന ചോദ്യത്തിന് ആയിഷ ബീവി പറഞ്ഞു, ഇല്ല, റസൂൽ അങ്ങനെ പറഞ്ഞിട്ടില്ല. എങ്ങനെ? വല്ലാഹി, ആർക്കാണ് അഭിപ്രായ വ്യത്യാസമുള്ളത്? സ്വഹാബത്ത്, നബിന്റെ കൂടെ ജീവിച്ച സ്വഹാബത്തിനാ. എന്നിട്ട് പറയാൻ റസൂല്, വല്ലാഹി അങ്ങനെ പറഞ്ഞിട്ടില്ല. പറഞ്ഞതെന്താണ്? യഹൂദി പെണ്ണ് മരിച്ചു കിടക്കുന്നു, അവരെ ഖബറാണ്, മരിച്ചു കിടക്കല ഖബറാ, അതിനടുത്തുകൂടെ അങ്ങനെ സഞ്ചരിക്കുക റസൂല്. ആ സമയത്ത് കുറെ ആളുകൾ അവരുടെ കൂട്ടക്കാരും കുടുംബക്കാരും നിന്ന് കരയുന്നത് കണ്ടു. അവിടെ വെച്ചാണ് അള്ളാന്റെ റസൂല് പറഞ്ഞത്, അവള് ഖബറിലെ അദാബിലാ, ഇവരിവിടെ നിന്ന് കരയും ചെയ്യുന്നു. ഇവരിവിടെ കരഞ്ഞതുകൊണ്ടാണ് അദാബെന്നോ ആ നിലയിൽ പറഞ്ഞിട്ടില്ല. മാത്രമല്ല, ഈ അഭിപ്രായ വ്യത്യാസമായി ഇഖ്തിലാഫുമായി വന്ന ആളുകളോട് ആയിഷ ബീവി ചോദിച്ചു, നിങ്ങൾക്ക് ഖുർആൻ പോരെ മക്കളെ, ഈ വക വിഷയങ്ങൾ ഇഖ്തിലാഫിലായി നടക്കണോ? ഈ വക വിഷയങ്ങളിൽ അഭിപ്രായ വ്യത്യാസം സംശയം ചോദിച്ച് നടക്കണം. ഹസ്ബുകുമൽ ഖുർആനിൽ കരീം. ആയിഷ ബീവി പറഞ്ഞു, അവർ വിശ്വസിച്ചു, അവർ പോയി. അപ്പൊ ഇതാണ് ഞങ്ങളുടെ മാർഗം. 10 ഹദീസുകൾ കാണുന്നു. കണ്ണേറിന്റെ വിഷയത്തിലേക്ക് അങ്ങോട്ട് കിടക്കുക. ഒരു 8-10 ഹദീസുകൾ. ആർക്കൊക്കെ സിഹിർ വലിച്ചേ? അള്ളാന്റെ മുത്തു റസൂലിന് സിഹിർ വലിക്കുന്നു. ആരാണ് റുഖ്യ നടത്തേണ്ടത്? അള്ളാന്റെ മുത്തു റസൂലിന് കണ്ണേറ് തെറ്റുകയാണ്. ആരാ ചികിത്സ നടത്തേണ്ടത്? അള്ളാന്റെ മുത്തു റസൂലിന് കണ്ണേറ് തട്ടിയപ്പോ അതാ ജിബ്രീൽ വന്നു. സിഹിർ തട്ടിയപ്പോഴും വന്നു. കണ്ണീർ തട്ടിയിട്ട് രാവിലെ മുതൽ വൈകുന്നേരം വരെ അസഹ്യമായ തലവേദനയുമായി ആര് കഴിച്ചുകൂട്ടി? അള്ളാന്റെ റസൂല് കഴിച്ചുകൂട്ടി. കണ്ണീറും തട്ടി സിഹിറും തട്ടിനാ. രണ്ടുണ്ട്, വേറെ വേറെ വിശദീകരണങ്ങൾ വരും. ഇനി കണ്ണീർ തട്ടിയിട്ട് ഒരു സ്വഹാബി എന്ത് ചെയ്യാണ്? 2 ആള് കുളിക്കാൻ പോയത്, 2 പേര് യാത്രയിലാണ്, വെള്ളം കണ്ട് കുളിക്കുന്നു. ഒരാളെ കണ്ണീർ തട്ടിയിട്ട് മറ്റേ ആളങ്ങോട്ട് വീഴണം. ഇത്രേ ഉള്ളൂ. ഷർട്ട് അയച്ചപ്പോ, ജുബ്ബ അയച്ചപ്പോ, ശരീരം കണ്ടപ്പോ ഒന്ന് പറഞ്ഞു പോയി, ഇത് എന്താണ് റബ്ബേ, ഇതെന്ത് ശരീരം, ഇങ്ങനത്തെ ഒരു തൊലി ഞാൻ മുമ്പ് കണ്ടിട്ടില്ലല്ലോ എന്ന് പറഞ്ഞപ്പോ അയാൾ വീണുന്നാ. ഓട്ടെ, അയാളെ ചികിത്സിച്ചതും റസൂലിന്റെ സന്നിധിയിൽ. ആ ആരെ കണ്ണാണോ തട്ടിയത് അതേ കൊണ്ടുപോയി നന്നായി കുളിപ്പിച്ച് അദ്ദേഹത്തിന്റെ ദാഖിലൽ ഇസാർ, അരയുടുപ്പിന്റെ ആന്തരിക ഭാഗം കൂടെ കഴുകിയിട്ട് ആ വെള്ളം കൊണ്ട് ഇയാളെ കുളിപ്പിച്ചു എന്നാ. സ്വീകരിക്കും നിങ്ങൾ ഹദീസ്? കൂനുണ്ടല്ലോ, നമ്മുടെ നാട്ടിൽ കൂൻ ഉണ്ടാവാറുണ്ടല്ലോ, അതിനെക്കുറിച്ച് മദീനയിൽ ധാരാളം കൂനുണ്ടായി. സ്വഹാബത്ത് വന്ന അള്ളാന്റെ റസൂലിനോട് ചോദിച്ചു, എന്താണ് ഈ കൂന്, കഴിക്കാൻ പറ്റുമോ, തിന്നാൻ പറ്റുമോ? എന്ന് പറഞ്ഞു, പിന്നെ കൂന് നന്നായിട്ട് തിന്നാം, കഴിക്കാം, തിന്നാം. മാത്രല്ല അതിന്റെ നീരുണ്ടല്ലോ, കൂനിന്റെ നീര്, അത് കണ്ണീറിന് ചികിത്സയാണെന്ന് പറഞ്ഞതാ. കണ്ണീറിന് ചികിത്സ. പിന്നെ കഴിഞ്ഞോ? ഇല്ല. ഒരു സഹോദരിയുടെ അല്ലെങ്കിൽ ജാരിയത്തിന്റെ മുഖത്ത് കുറച്ച് കറുത്ത പാടുകൾ, നമ്മൾ സാധാരണ കാണുന്ന കറുത്ത പാടുകൾ, അത് കാണുമ്പോ പറയാം അത് കണ്ണീർ എത്തിയതാണ്. ആരെ കണ്ണീര്? അവിടെ അൽ ഐനല്ല, അന്നറ, ജിന്നിന്റെ കണ്ണീർ. അപ്പൊ ജിന്നിന്റെ കണ്ണീർ തെറ്റുക, മനുഷ്യന്മാരതല്ല തെറ്റി, ജിൻ അന്നറ എന്നാണ് അവിടെ ഉള്ളത്. ജിന്നിന്റെ കണ്ണീർ തെറ്റി. ഇനി അസറുകളിൽ വരുന്നതാ ഉസ്മാനിലേക്ക് ചേർത്തിട്ടാ പറഞ്ഞത്. കുട്ടിണ്ടല്ലോ, കുട്ടിന്റെ കവിളൊന്നും ഇങ്ങനെ കറുപ്പിച്ചു കൊടുക്കാൻ, ദിക്കിനിന്റെ ഈ ഭാഗം. ഇവിടുത്തെ ഹൈന്ദവ